പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് നൽകപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഇത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാൾ അപൂർവരിൽ അപൂർവരാണ്. അന്നത്തെ ഭരണാധികാരികളെ അമീറുൽ മുഅ്മിനീൻ എന്ന് അഭിസംബോധനം ചെയ്യാതെ എന്റെ സുഹൃത്തെ, മൈ ഡിയർ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന സഹാബിവര്യന്മാരിൽ പ്രമുഖനായിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ സ്വത്ത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വീതം വെച്ചുകൊടുത്തു, സാധാരണക്കാർക്ക് നൽകി. അപകടകരമായ ഒരു വാദം അക്കാലത്ത് അദ്ദേഹം, ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അപകടകരം എന്ന് തോന്നുന്ന ഒരു വാദം അദ്ദേഹം ഉയർത്തി. ആ വാദം മറ്റൊന്നുമായിരുന്നില്ല, ഖജനാവിൽ, പബ്ലിക് ട്രഷറിയിൽ ഒരു പൈസ പോലും സമാഹരിച്ചു വെക്കേണ്ടതില്ല, മിച്ചം വെക്കേണ്ടതില്ല. പണം മുഴുവൻ, പൈസ മുഴുവൻ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഒരുപക്ഷെ ആ വാദം അനുഗുണമല്ലായിരിക്കാം. എന്നാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് ആ ഒരു നീക്കം ചില ഘട്ടങ്ങളിലെങ്കിലും അനിവാര്യമായിരിക്കും. ഇദ്ദേഹം പറയുന്നതിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് ഇദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി ഒരു പണക്കിഴി അദ്ദേഹത്തിന് നൽകി. നിങ്ങൾ വലിയ ധനാഢ്യനായിരുന്നു, ഒരുപാട് സമ്പത്ത് നിങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ രാജ്യം ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ പണക്കിഴി നിങ്ങൾക്കുള്ളതാണ്. പണക്കിഴിയും കൊണ്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പണം അത്യാവശ്യമായി വന്നിരിക്കുന്നു രാജ്യത്തിന്. നിങ്ങൾക്ക് നൽകിയ ആ പണക്കിഴി നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്കത് തിരിച്ചു നൽകാം. ഇത് കേട്ട മാത്രയിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് കിട്ടി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ, ഉടനെ തന്നെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു. ഈ മനുഷ്യൻ താൻ പറയുന്നതെന്തോ അത് പ്രാവർത്തികമാക്കുന്നയാളാണ് എന്ന് മനസ്സിലാക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു സ്റ്റേറ്റിന്റെ നിലനിൽപ്പിന് ആ വാദം അനുഗുണമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ നാടുകടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. നാടുകടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും തന്റെ നിലപാടിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. തന്റെ മക്കളോട് പറഞ്ഞു, തന്റെ മരണശേഷം എങ്ങനെയാണ് ശേഷക്രിയകളൊക്കെ ചെയ്യുക, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. ഇതൊന്നും ചെയ്യാൻ പണമില്ലല്ലോ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയുടെ അവിടെ പോയി നിന്ന് മക്കയിൽ നിന്ന് വ്യാപാരാവശ്യാർത്ഥം സാർത്ഥവാഹക സംഘമായി പോകുന്ന ആളുകളോട് വിളിച്ചു പറയണം, അബൂദർ ഗിഫാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പണമില്ല എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് അബൂദർ ഗിഫാരിയെക്കുറിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ചിലരെങ്കിലും പറയാറുണ്ട്, ഹി വാസ് ദി ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ഇൻ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ആയിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന്. തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം, ഒരു നിരീക്ഷണമാണ്. നമുക്കതിനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, വിശ്വാസത്തിന്റെ ഭാഗമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അധസ്ഥിതരോടും പാവപ്പെട്ടവരോടുമുള്ള സമീപനം, ഇതെല്ലാം കണ്ടിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കാലത്ത് ജീവിച്ച മനുഷ്യർ പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ വിശകലനം ചെയ്തതും അപഗ്രഥനം ചെയ്തതും.
അവർക്ക് വേണ്ടിയാണ് വാദിച്ചത്, അവരുടെ കൂടെയാണ് നിലയുറപ്പിച്ചത്. പുതിയ കാലത്ത് മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുനർജനിക്കേണ്ട സമയം സമാഗതമായിട്ടില്ലേ എന്ന് ആരെങ്കിലും ആലോചിച്ചാൽ അതിൽ അവരെ തെറ്റുപറയാൻ ആവില്ല. പണമാണ് ദൈവം, വെൽത്ത് ഈസ് ഗോഡ്. പണത്തിനപ്പുറം പരുന്തും പറക്കില്ല. എന്ത് തോന്നിവാസം കാണിച്ചിട്ടാണെങ്കിലും പണം സമ്പാദിക്കണം. ഒരുതരം പണാധിപത്യം സമൂഹത്തെ മഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജന്മിത്വത്തിനെതിരായി, താൻ ജീവിച്ച കാലഘട്ടത്തിലെ പണാധിപത്യത്തിന്റെ മൂർത്തിമൽഭാവമായിരുന്ന ജന്മിത്വത്തിനെതിരായി പടപൊരുതുകയും തന്റെ മകനെയും ആ വഴിയിൽ പടപൊരുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത സയ്യിദ് ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങളെ അനുസ്മരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആലോചനകളും ചിന്തകളും പങ്കുവെക്കുന്നതും ഏറെ പ്രയോജനപ്രദവും അനിവാര്യവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു തരത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ, ചരിത്രാന്വേഷിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ സെമിനാറിനെയും ഈ വിഷയ അവലോകനത്തെയും കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ പോലെയുള്ള ഇക്കാര്യത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ 8ാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള മമ്പുറം തങ്ങൾ നവോത്ഥാന നായകൻ എന്ന ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ കോടമ്പുഴ ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വന്ദ്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, യുവാക്കളെ, കുട്ടികളെ, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വറഫഅ ദറജാതിഹി മഹാനവരുടെ അനുസ്മരണാർത്ഥമാണ് ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ വൈവിധ്യമർന്ന പരിപാടികളിൽ നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ജനശ്രദ്ധയാകർഷിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തിയ പല ഉന്നത വ്യക്തിത്വങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അനുസ്മരിക്കപ്പെടാറില്ല. എന്നെ എല്ലാവരും അനുസ്മരിക്കണം എന്ന് ചിന്തിച്ച പലരെയും ആളുകൾ അനുസ്മരിച്ചിട്ടില്ല. എന്തുകൊണ്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഓരോ വർഷം കഴിയുന്തോറും കുണ്ടൂർ ഉസ്താദിന്റെ പ്രണേതാക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഉറൂസിന് വീര്യവും ശക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് കാരണം? കാരണം ജനമനങ്ങളിൽ അള്ളാഹു മഹാനവകളോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തു എന്നതാണ്. അത് ഇട്ടുകൊടുക്കുന്നത് അള്ളാഹുവാണ്. എന്നോട് എല്ലാവർക്കും സ്നേഹം വേണം, എന്നെ എല്ലാവരും സ്മരിക്കണമെന്ന് ഒരാൾ വിചാരിച്ചതുകൊണ്ട് മാത്രം സംഗതി നടക്കുകയില്ല. അത് അള്ളാഹു ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഒരു നവോത്ഥാനത്തിന്റെ ആളായിരുന്നു. അദ്ദേഹത്തിന് ആവേശം പകർന്ന മാതൃകാ നവോത്ഥാന പ്രവർത്തകരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവറുകൾ. മുസ്ലിം നേതാക്കന്മാരായ, നായകന്മാരായ നവോത്ഥാന നായകരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ അത് കേവല ഭൗതികന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പരിവേഷം കൊടുത്തു പ്രത്യേക സാഹചര്യത്തിൽ. എങ്കിലേ ജനങ്ങളുടെ ഇടയിൽ അതിന് പ്രാബല്യം കിട്ടു, പ്രായോഗികത വരൂ എന്ന് ചിന്തിച്ചതുകൊണ്ട് മതത്തിന്റെ മൂശയിലിട്ട് വാർത്ത് പുറത്തേക്ക് വിട്ടു എന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ. ആത്മീയ നേതാക്കന്മാരായ ആളുകൾ വന്നത് ആത്മീയമായ നവോത്ഥാനത്തിന് വേണ്ടിയാണ്. ആ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് ജനങ്ങളുടെ സാമൂഹികമായ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടൽ നടത്തുക എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇടപെടലുകൾ നടത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതിനിധികളായ പണ്ഡിത നേതാക്കന്മാർ, മുറബിയായ മശായിഖന്മാരും ഈ വഴി റൂട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ചില ആളുകൾ എവിടെങ്കിലും വ്യക്തിപരമായി അവർ സ്വന്തമായ മര്യാദകൾ നടത്തി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ എന്ന് നാം സംശയിക്കുന്ന രീതിയിലുള്ള ജീവിത നിലവാരം സ്വീകരിച്ചവരുണ്ടായിരിക്കാം. അത് അവർ സ്വീകരിച്ചിട്ടുള്ള റൂട്ടാണ്. പലരും പല റൂട്ടും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങളെ തർബിയത്ത് ചെയ്തതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, നിയോഗിച്ചിട്ടുള്ള മുർബിയായ മശായിഖന്മാർ, അവരാണ് യഥാർത്ഥ നവോത്ഥാന നായകർ. ഈ ഉമ്മത്തിനെ അള്ളാഹ് നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ക്ഷണഭംഗുരമായ ഭൗതിക ജീവിതത്തില് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയും അവിടെ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയുമാണോ? അല്ല. ജനങ്ങളെ ഒരടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് വേറൊരടിമത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മതനായകന്മാർ പ്രവർത്തിച്ചിട്ടില്ല. ജനങ്ങളെ സകല അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, അതിനാണ് മതനായകന്മാരായ നവോത്ഥാന നേതാക്കന്മാർ മുഴുവൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ നീട്ടിപ്പറയുന്ന ഇവിടെ വിഷയാവതരണത്തിന് വേണ്ടി പ്രമുഖരായ ആളുകൾ കാത്തിരിക്കുകയാണ്. ഉപക്രമ പ്രസംഗം എന്നതിൽ ഒന്ന് രണ്ട് വാക്ക് മാത്രം പറയുകയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. സമുദായത്തിന്റെ മുഖമുദ്ര പറഞ്ഞപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. നവോത്ഥാനത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് പറഞ്ഞത്. നന്മ കൽപ്പിക്കുക, ചീത്ത നിരോധിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാദിസിയയും പേർഷ്യൻ സാമ്രാജ്യവും ഒക്കെ കീഴടക്കുന്നതിന് വേണ്ടി സൈന്യത്തെ വിട്ടപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട സർവ്വസൈന്യാധിപനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം ഖാദിസിയയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു. വഴിമധ്യ ഒരിടത്ത് താവളമടിച്ച്, എതിർവശത്ത് താവളമടിച്ച് കാത്തു നിൽക്കുന്നു പേർഷ്യയുടെ സർവ്വസൈന്യാധിപനായ റസ്തം എന്ന റുസ്മുൽ ഫാരിസി. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കത്തെഴുതി അഭിവന്യരായ നേതാവിന്, നമ്മുടെ മുസ്ലിമുകളുടെ സർവ്വസൈന്യാധിപന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു, നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു പ്രതിനിധിയെ വിടണമെന്ന്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനായ രിബഈ എന്ന് പറഞ്ഞ സഹാബിയെ വിട്ടു. അദ്ദേഹം തന്റെ സാധാരണമായ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ ശിരോകവചം തലയിൽ വെച്ചുകൊണ്ട് പടയങ്കി അണിഞ്ഞ് കയ്യിലൊരു കുന്തം കയ്യിലേന്തിക്കൊണ്ട് അദ്ദേഹം റുസ്മുൽ ഫാരിസിയെ കാണാൻ വേണ്ടി വന്നു. റുസ്മുൽ ഫാരിസി പറഞ്ഞു, വരുന്ന ഈ അറബി അമ്പരന്ന് അന്താളിച്ച് തിരിച്ചുപോയി തന്റെ നേതാവിനെ നിരുത്സാഹപ്പെടുത്തി പിന്തിരിപ്പിച്ച് അവരുടെ നാട്ടിലേക്ക് പട്ടാളം തിരിച്ചു പോകണം, അതിന് നിങ്ങളുടെ കളമൊരുക്കണം. വലിയ പട്ടുപരവതാനി സംവിധാനിക്കാൻ പറഞ്ഞു. അതിന്റെ ചുറ്റും വലിയ രത്നഖച്ചിതമായ ഉപധാനങ്ങളൊക്കെ വെച്ച് സിംഹാസനത്തിൽ കയറിയിരുന്നു റുസ്മുൽ ഫാരിസി. മഹാനായ റിബീ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് കയറി വന്ന് അടുത്തെത്തിയപ്പോൾ തന്റെ താഴെ ഇറങ്ങി തന്റെ വാഹനത്തെ പിടിച്ചു കെട്ടാൻ ഒന്നും കാണാത്തതുകൊണ്ട് അവിടെ കണ്ടിരുന്ന വലിയ ഒരു രത്നഖച്ചിതമായ ഉപധാനത്തിലേക്ക് തന്റെ വാഹനത്തെ പിടിച്ചു കെട്ടി. പട്ടാളക്കാർ ഓടി വന്നിട്ട് പറഞ്ഞു, പറ്റില്ല, ഇവിടെ കെട്ടാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് വിദൂരമായ മരുഭൂമി താണ്ടി തിരിച്ചു പോകാൻ സാധ്യമല്ല വാഹനം നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് എന്റെ വാഹനത്തെ കുറ്റിയില്ല, ഇവിടെ വൃക്ഷങ്ങളില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കെട്ടുന്നു എന്ന് പറഞ്ഞു. പിന്നീട് തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം പട്ടുപരവതാനിയിൽ കുത്തിക്കുറ്റി പട്ടുപരവതാനിക്ക് ഓട്ട വരുത്തിക്കൊണ്ട് അദ്ദേഹം മുമ്പോട്ട് നീങ്ങിയപ്പോൾ പട്ടാളക്കാരും ഉദ്യോഗസ്ഥന്മാരും കടന്ന് കൈക്ക് പിടിച്ചു അദ്ദേഹത്തെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രീതിയിലാണെങ്കിൽ മുമ്പോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോവുകയാണ്. റുസ്മുൽ ഫാരിസി അങ്ങകലെ നിന്ന് സിംഹാസനസ്ഥനായ റുസ്മുൽ ഫാരിസി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവനെ വിടുക, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ആഗമ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ പട്ടുപരവതാനി ഈ സഹാബിയുടെ ദൃഷ്ടിയിൽ ഒന്നുമായിരുന്നില്ല. സ്വർഗം കണ്ണുമുമ്പിൽ കാണുന്ന
അവാച്യമായ അനുഗ്രഹങ്ങളുടെ ഈറ്റില്ലമായ സ്വർഗലോകം കണ്ണിൽ കാണുന്ന സഹാബിക്ക് പട്ടുപരവതാനി ഒരു വിഷയമായിരുന്നില്ല. അത് നിസ്സാരമാണ്. പട്ടുപരവതാനി കാണിച്ചുകൊണ്ടോ രത്നഖചിതമായ ഉപദാനങ്ങൾ കാണിച്ചുകൊണ്ടോ സിംഹാസനം കാണിച്ചുകൊണ്ടോ ഞങ്ങളെ നിങ്ങൾ പീഡിപ്പിക്കാൻ നോക്കണ്ട എന്ന മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ കുന്തം കൊണ്ട് പട്ടുപരവതാനിയിൽ കുത്തുന്ന ഓരോ കുത്തിലൂടെയും അദ്ദേഹം അറിയിച്ചത്. മുമ്പോട്ട് ചെന്ന് റസൂൽ ഫാരിസി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പട്ടിയിലിരിക്കുകയില്ലെന്നും നിന്നുകൊണ്ട് സംസാരം തുടർന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കുടിക്കാൻ വെള്ളമില്ലാത്ത, ഭക്ഷിക്കാൻ ആഹാരമില്ലാത്ത, കൃഷിയില്ലാത്ത ഈ മരുപ്രദേശത്ത് നിന്ന് നിങ്ങൾ സർവായുധപാണികളായ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഐശ്വര്യവന്മാരായ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ എന്തിനു വന്നു എന്നൊരൊറ്റ ചോദ്യം. ആ ചോദ്യത്തിന് മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി സകലമാന മുസ്ലിമീങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരുടെ സർവ്വസൈന്യാധിപനായ സിംഹാസനസ്ഥനായി ഇരിക്കുന്ന റസൂൽ ഫാരിസി നൽകിയ മറുപടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മുസ്ലിം നേതാക്കന്മാരുടെ നവോത്ഥാനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു, എന്ത് ലക്ഷ്യത്തിനുള്ള നവോത്ഥാനമായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും. കേവലമായ ഭൗതികന്മാരുടെ അംഗീകാരം നേടാൻ വേണ്ടി, മതത്തിന്റെ പരിവേഷം അണിഞ്ഞ് ജനങ്ങളിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ഒരു രീതിയിലുള്ള നവോത്ഥാന പ്രവർത്തനം നടത്തിയതായിരുന്നോ അല്ല വേറെ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ റിബഈ റളിയല്ലാഹു അൻഹു റസൂൽ ഫാരിസിയോട് പറയുന്നു, ഇന്നല്ലാഹ ബഅസനാ ലിനുഖ്രിജ ഇബാദല്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ വമിൻ ലീഖി ദുനിയ ഇലാ സഹതിഹാ വമിൻ ജൗദിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം. ഇന്നല്ലാഹ ബഅസനാ, അല്ലാഹു തആല ലോകാധിപതിയായ അല്ലാഹു ഞങ്ങളെ മുസ്ലിമീങ്ങളായ ഞങ്ങളെ നിയോഗിച്ചയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിനുഖ്രിജ ഇബാദല്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. അല്ലാഹുവിന്റെ അടിയങ്ങളെ ആരാധിക്കുക എന്ന അധമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അത്യുന്നതമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ ആനയിക്കുവാൻ വേണ്ടി. വമിൻ ലീഖി ദുനിയ ഇലാ സഹതിഹാ, ഭൗതിക ലോകത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അതിന്റെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ. സുഖലോലുപരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂമി സങ്കുചിതമാണ്. എല്ലായിടത്തും അവർക്ക് കിടക്കാൻ പറ്റില്ല, എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റില്ല, എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റില്ല, എല്ലാ വാഹനത്തിലും യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാം മുന്തിയത് വേണം. ദുനിയാവ് അവർക്ക് സങ്കുചിതമാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ ലാളിത്യത്തിന്റെ ആളുകളാണ്. ഞങ്ങൾക്ക് ദുനിയാവ് വിശാലമാണ്. എവിടെയും കിടക്കാം, ഏത് വാഹനപ്പുറത്തും സഞ്ചരിക്കാം, ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് പാനീയവും കുടിക്കാം. ഈ ഒരു സ്ഥിതിയിലേക്ക് മിൻ ലീഖി ദുനിയ ഇലാ സഹതിഹാ, ദുനിയാവിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അല്ലാഹു ഞങ്ങൾ നിയോഗിച്ചയച്ചിരിക്കുന്നു. വമിൻ ജൗദിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, സകല പ്രസ്ഥാനങ്ങളുടെയും അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ ശീതളഛായയിലേക്ക് ഈ മനുഷ്യ സമൂഹത്തെ ആനയിക്കാൻ വേണ്ടി. വമിൻ ജൗദിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, സകല പ്രസ്ഥാനങ്ങളുടെയും അനീതിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതിയുടെ ശീതളഛായയിലേക്ക് ജനങ്ങളെ ആനയിക്കാൻ, അതിനുവേണ്ടിയാണ് ഞങ്ങളെ അന്ന് നിയോഗിച്ചത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ലോകത്ത് വന്നിട്ടുള്ള നമ്മുടെ എല്ലാവിധ നായകന്മാരും നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ. ജനമനങ്ങളിൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഉദാത്തം, അതാണ് ഉത്കൃഷ്ടം, അതാണ് അനശ്വരം എന്ന ചിന്താഗതി ജനമനങ്ങളിൽ സൃഷ്ടിക്കുവാൻ. അതിന് പലവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ജനങ്ങളെ അക്രമത്തിൽ നിന്ന് അനിയിൽ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാം പാവങ്ങളുടെ പ്രസ്ഥാനമല്ല, ഇസ്ലാം പാവങ്ങളുടെ പ്രസ്ഥാനമല്ല, ഇസ്ലാം മുതലാളിയുടെ പ്രസ്ഥാനമല്ല. പാവങ്ങളുടെ പ്രസ്ഥാനമായി പാവങ്ങളുടെ ഭാഗത്ത് ചേർന്നുകൊണ്ട് മുതലാളിമാരോടോ സമ്പന്നന്മാരോടോ പ്രതാപികളോടോ ചെയ്യുന്ന അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല. ഇസ്ലാം ഒരിക്കലും പണക്കാരന്റെ സമ്പന്നന്മാരുടെ പ്രസ്ഥാനമല്ല. ഇസ്ലാം തൊഴിലാളി പ്രസ്ഥാനമല്ല, മുതലാളി പ്രസ്ഥാനവുമില്ല. ഇസ്ലാം നീതിയുടെ പ്രസ്ഥാനമാണ്. നീതി എവിടെയുണ്ടോ അവിടെ ഇസ്ലാം, സത്യം എവിടെയുണ്ടോ അവിടെ ഇസ്ലാം. ഈ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ സകല അനീതിക്കുമെതിരിൽ പടപൊരുതിയ പടനായകന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുൽ അക്താബ് മമ്പ്രന്തങ്ങൾ അവറുകൾ. ഖുതുബുൽ സമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഇത്രയും വലിയ ആത്മീയമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ ഖുതുബുസ്സമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് ആളുകളെ ഓരോരുത്തരും തങ്ങളുടെ അഭീഷ്ടത്തിനനുസരിച്ച് വലിയും കുത്തുബും ആക്കുന്ന കാലഘട്ടമാണ്. ഒരാൾ വലിയാണെന്ന് പറയണമെങ്കിൽ കുത്തുബാണെന്ന് പറയെങ്കിൽ ഒന്നുകിൽ അയാൾ ഞാൻ വലിയാണ് കുത്തുബാന്ന് അറിയപ്പെടണം. അറിയപ്പെട്ട കറാമത്തിന്റെ ഉടമയായ ഒരാൾ ഞാൻ കുത്തുബാണെന്ന് പറയുക അല്ലെങ്കിൽ വലിയാണെന്ന് പറയണം.
അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി വേറെ ഒരു വലിയ ഒരു കുത്തുബ അദ്ദേഹം കുത്തുബാണെന്ന് പറയണം. ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങൾ കുത്തുബാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായത്? മമ്പറന്തങ്ങൾ കുത്തുബാണെന്ന് എല്ലാ വലിയ കറാമത്തുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വലിയായ ആരിഫായ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു കുത്തുബാണെന്ന്. ഖുത്ബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയൻ ഇലാ ദാരിൽ ബഖാഇ സറാ. ഖുത്ബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയൻ ഇലാ ദാരിൽ ബഖാഇ സറാ. ഖുത്ബുസ്സമാനാണെന്ന് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ദുനിയാവിന്റെ വിളക്കാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു. ഉമർ ഖാലി ആര്? വലിയ കറാമത്തിന്റെ ഉടമ, ആരിഫാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയ ജനസേവനം നടത്തിയിട്ടുള്ള ആളാണ്. വലിയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ ആളാണ്. അനീതിക്ക് അക്രമത്തിനെതിരിൽ പടം നയിച്ചിട്ടുള്ള വലിയ മഹാനാണ്. സാമുദായിക പരിഷ്കർത്താവാണ്. അതിനോടൊപ്പം ഖാദിൽ ഖുലാത്താണ്. വലിയ സാഹിത്യകാരനാണ്, കവിയാണ്. എല്ലാമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാലി എന്നതിലുപരി വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു മഹാനവറുകൾ. ആധികാരികമായിട്ട് ഇന്നാള് വലിയാണ് വലിയല്ല എന്ന് പറയാൻ അധികാരമുള്ള ആള്, ഇന്നാള് കുത്തുബാണ് അല്ലെങ്കിൽ കുത്തുബല്ല എന്ന് പറയാൻ അധികാരമുള്ള ആള്. ബ്രിട്ടീഷുകാർ ജയിലടച്ചപ്പോൾ യാന്ത്രികമായിട്ട് കറാമത്ത് കൊണ്ട് പുറത്തു കടന്ന വലിയ കറാമത്തിന്റെ ഉടമ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ഷരീഫയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അവിടുത്തെ പ്രവർത്തിക്കുന്ന കാവ്യം അങ്ങ് പാടിയപ്പോൾ യാന്ത്രികമായി ഹുജറ ഷരീഫയുടെ കവാടത്തിന്റെ പൂട്ട് പൊട്ടി വാതിൽ തുറക്കപ്പെട്ട മഹാൻ. അത്രയും വലിയ മഹാനാകുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളുടെ മുമ്പിൽ വളരെ വിനയാന്വിതനായിരുന്നു. ജയിലിലടക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ ഊഷ്മളമായ ഒരു കത്ത് ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങൾക്ക് അയക്കുകയുണ്ടായി. തന്റെ സങ്കടഹർജി ആയിട്ടുള്ള ഒരു കത്തായിരുന്നു ആ കത്ത്. ആ കത്തിന്റെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളോട് ഉമർ ഖാലിക്കുണ്ടായിരുന്ന വിനയവും ആദരവും ബഹുമാനവും അംഗീകാരവും എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സലാമും മിനൽ മഹ്ബൂബി ഖദ്ദാമികും ഉമർ മുജീദികുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മദി. സലാമും മിനൽ മഹ്ബൂബി ഖദ്ദാമികും ഉമർ മുജീദികുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മദി. അടിവെച്ച് അവസാനം കത്ത് അവസാനിപ്പിച്ചത് ഹൃദയസ്പൃക്കായ ഒരു വരി കൊണ്ടാണ് അവസാനിപ്പിച്ചത്. ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഗിയത്തി ലിഅസ്ലഹ ഫിദ്ദുനിയ വലിൽ ഫൗസി ഫീ ഗദി. അവസാനിപ്പിക്കുന്നത് അങ്ങനെ, ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഗിയത്തി, എന്റെ അഭിമന്യ നേതാവേ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്റെ ഏറ്റവും വലിയ അഭിലാഷം. എന്തിനലി അസ്ലഹ ഫി ദുനിയ, ഇഹലോകത്ത് ഞാൻ നന്നാകാൻ, വലിൽ ഫൗസി ഫി ഗദി, പരലോകത്ത് ഞാൻ വിജയിക്കാനും. ഇഹലോകത്ത് നന്നാകാനും പരലോകത്ത് വിജയിക്കാനും അങ്ങോട്ട് പ്രാർത്ഥന എനിക്ക് വേണം എന്ന കത്തിന്റെ അവസാനം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട മുമ്പ്രന്തങ്ങളുടെ എല്ലാവിധ വ്യക്തിത്വവും മഹത്വവും അംഗീകരിച്ചു ഉമർ ഖാലി തങ്ങൾ. ഉമർ ഖാലി പറഞ്ഞു കുത്തുബാണെന്ന്. ഒരാൾ കുത്തുബാകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ കുത്തുബാണെന്ന് കറാമത്ത് കൊണ്ട് വിശ്രുതനായ ഒരാൾ ഞാൻ കുത്തുബാണ് അല്ലെങ്കിൽ ഞാൻ വലിയാണെന്ന് അദ്ദേഹം പറയണം. അല്ലെങ്കിൽ വേറെ ഒരു വലിയൊരു കുത്തുബ് പറയണം ഇന്നയാൾ കുത്തുബാണെന്ന്. ഇതൊന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ഒരാളെ കുത്തുബാക്കുക, ആരിഫാക്കുക, മുറബിയാക്കുക, ഷീഹാക്കുക, നമ്മുടെ അഭീഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ പേരിലുള്ള ആരോപണം, അല്ല പറയാത്ത കാര്യം, അല്ല അംഗീകരിക്കാത്ത കാര്യം ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് വന്നു പോകാൻ ഇടവരുന്നതാണ്. അതുകൊണ്ട് ഒരാളെയും ഇകഴ്ത്തുക എന്നതിന് അർത്ഥമില്ല. ഇന്നൊരു പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ആളുകളെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന സമ്പ്രദായം. ഒരാളോട് നമുക്ക് അനിഷ്ടമുണ്ടായാൽ അയാളെ ഏത് വിധത്തിലും ഇടിച്ചു താഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുക. ഒരാളോട് നമുക്ക് ഇഷ്ടം വന്നാൽ ഏതു വിധത്തിലും അദ്ദേഹത്തെ പുകഴ്ത്തുക. അത് അതിരുവിട്ട പുകഴ്ത്തലായിരുന്നാലും ശരി, അതൊരിക്കലും ശരിയല്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെ പാന്താവ് സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അതത് വിഷയങ്ങളേറ്റ ആളുകൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ പാന്താവ് സ്വീകരിക്കുവാനും ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനോടുള്ള സ്നേഹം മുൻനിർത്തി അദ്ദേഹത്തെ അനുകരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഉപകർമ്മ പ്രസംഗം അവസാനിപ്പിച്ച് അടുത്ത പരിപാടിക്ക് ക്ഷണിക്കും.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുഅ്മിനീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. ഏറ്റവും അഭിനന്ദനായ അധ്യക്ഷൻ കോടമ്പുഴ ബാബു മുസ്ലിയാർ, എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ എൻ അലി അബ്ദുള്ള സാഹിബ്, ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കെ ടി ജലീൽ, ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനുള്ള വന്ന സുഹൃത്തുക്കൾ സയ്യിദലി മാഷ്, കുഞ്ഞഹമ്മദ് ഹാജി, ഇസ്മായിൽ ഉഫ, മുസ്തഫ മാസ്റ്റർ കൂടു തുടങ്ങി പലരും വരില്ല എന്ന പ്രതീക്ഷയിലാണ്. ബഹുമാന്യായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നിവരും കുണ്ടൂർ ഉസ്താദുമായുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം. ഖുതുബുസ്സമാന്റെ പടിക്കൽ ആ ചവിട്ടുപടികളിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവിടുത്തെ മഹത് വചനങ്ങളും സ്തോത്രങ്ങളും ഉരുവിട്ടുകൊണ്ട് കഴിയുകയും ആ ഒരു ഇഷ്ക് മനസ്സിലേക്ക് ആവാഹിപ്പിക്കുകയും ചെയ്ത ധന്യനാണ് കുണ്ടൂർ ഉസ്താദ് അവർ. ഒരർത്ഥത്തിൽ നമ്മൾ കാണുന്ന മമ്പുറം തങ്ങളായിരുന്നു അവിടുന്ന്. അതിന് മറ്റൊരു തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. മമ്പുറം തങ്ങളെ നമ്മളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ കുണ്ടൂർ ഉസ്താദിലൂടെയാണ്. കാരണം ഇഷ്ക് അതാണ് ജീവിതം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം. ഇഷ്കില്ലാതെ മതമില്ല, ജീവിതവുമില്ല. ഇഷ്ക് ഹെ അസ്ലെ ഹയാത്ത്, മൗത്ത് ഹെ ഇസ് പർ ഹറാം എന്ന് ഒരു സൂഫി വര്യൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ക് ഹെ അസ്ലെ ഹയാത്ത്, ജീവിതത്തിന്റെ സത്തയാണ് ഇഷ്ക്. മൗത്ത് ഹെ ഇസ് പർ ഹറാം, അതിന് മൗത്ത് ഇഷ്കിന്റെ മേൽ ഹറാമാണ്, ഇഷ്കിന്റെ മേൽ മൗത്തുണ്ടാവില്ല എന്ന്. യഥാർത്ഥത്തിൽ ആ ഇഷ്ക് എന്താണെന്ന് എന്ന് വർത്തമാന സമൂഹത്തിൽ നമുക്ക് കാണിച്ചു തന്ന വ്യക്തിത്വം അത് കുണ്ടൂർ ഉസ്താദ് തന്നെയാണ്. അപ്പോൾ കുണ്ടൂർ ഉസ്താദിനെ അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ അനുസ്മരിക്കുമ്പോൾ എപ്പോഴും അത് തീർച്ചയായിട്ടും റസൂലിൽ തുടങ്ങി നമ്മുടെ നാട്ടിൽ അത് ഖുതുബുസ്സമാനിലൂടെ തന്നെ വരേണ്ടത് ആവശ്യമാണ്. ഖുതുബുസ്സമാൻ ഇല്ലാതെ ഒരിക്കലും കുണ്ടൂർ ഉസ്താദ് ഇല്ല. ആ നിലക്ക് ആ ജീവിതം നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുക. അദ്ദേഹം പണ്ഡിതനായിരുന്നു, നമുക്കറിയാം, പള്ളിയിലെ മുദരിസായിരുന്നു. പക്ഷേ അതൊക്കെ അദ്ദേഹം മാറ്റി തന്റെ സ്വതസിദ്ധമായ വേഷവും സാധാരണക്കാരുടെ സംസാരവും സാധാരണക്കാരോടൊപ്പം ജീവിക്കുകയും കൃഷി ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സൂഫികളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഷെയ്ഖ് ഹമീദുദ്ദീൻ നഗൌറി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ, അവിടുന്ന് അജ്മീർ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി അവരുടെ ശിഷ്യനായിരുന്ന അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഞാൻ എപ്പോഴും ഓർമ്മിക്കുമായിരുന്നു. പാടത്തു പോയി അധ്വാനിക്കുകയും കർഷകരുടെ കൂടെ ജീവിക്കുകയും അവരോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ചിത്രം ഇവിടെ ഈ പാടത്ത് ഈ കൊച്ചു കടയുടെ മുമ്പിലിരുന്നു കൊണ്ട് അവിടെ അവരുടെ ഒപ്പം കഞ്ഞി കുടിക്കാനും ഉസ്താദിന്റെ കൂടെ പുഴുങ്ങിയ പൂള തിന്നുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് ഷെയ്ഖ് ഹമീദുദ്ദീൻ നഗൌറി എന്ന ചിശ്തി സൂഫിവരിന്റെ ചിത്രമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുത്തത് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അവர்களാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സദസ്സിൽ വെച്ച് മമ്പുറം തങ്ങളെ അനുസ്മരിക്കുന്നത്. ഇന്ന് മതത്തിന്റെ ചട്ടക്കൂടുകള് നമ്മുടെ സംഘടനകളായിട്ടും അതുപോലെ കുറെ ചട്ടങ്ങളും നിയമങ്ങളും ഭരണഘടനയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ അതിലേക്ക് പിന്നാമ്പുറത്ത് ഇഷ്കില്ലാതെ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെയും നിലനിർത്താൻ കഴിയില്ല എന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പാട്ടുകളും നമ്മുടെ ദഫ്മുട്ടും അതുപോലെ നമ്മുടെ മൗലിദ് പാരായണവും ഇതിനൊക്കെ ഒരു പുനർജീവൻ നൽകിയത്
ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദാണ്. കാരണം അതുപോലുള്ള ഒരു സംഗീതമയമായ ജീവിതം നമുക്ക് തരുന്ന ആ ഒരു നിർവൃതി, അത് ആത്മീയതയിലേക്കുള്ള വലിയൊരു പാതയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തതും ഈ സമൂഹത്തിന് കുണ്ടൂർ ഉസ്താദ് തന്നെയാണ്. അതുകൊണ്ടാണ് മമ്പറും മൗലിദ് ഓതിക്കൊണ്ട് ഈ പരിപാടി തന്നെ നമ്മൾ തുടങ്ങാൻ കാരണം. മമ്പറും മൗലിദൊക്കെ അതൊക്കെ വെറുതെ മറിച്ചിട്ട് പോകുന്ന ഒരു സംഗതിയാണ്. വലിയ സബീനകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ചരിത്രം അറിയാൻ, അതിന്റെ ഒരു ഉള്ളടക്കം അറിയാൻ പോലും നമ്മൾ ശ്രമിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് മഹത്തായ ഒരു കർമ്മമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒരിക്കലും നമ്മുടെ കുറെ ചട്ടവട്ടങ്ങളെ കൊണ്ടും കുറെ രീതിശാസ്ത്രങ്ങൾ കൊണ്ടും ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ബഹുമാനപ്പെട്ട സൂഫിവര്യന്മാർ കാണിച്ചു തന്ന ആ ഷെയ്ഖിയത്തും അതുപോലെ ആ തരീഖത്തും അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഏത് സംഘടനാ ഭാവങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് കുണ്ടൂർ ഉസ്താദ് ഈ വർത്തമാന സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് യഥാവിധി പകർന്നു കാണുന്നതിനാണ് മമ്പറം തങ്ങളെ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. മറുഭാഗത്ത് ഇന്ന് മമ്പറം തങ്ങളുടെ ചരിത്രം കൂടുതൽ പ്രസക്തമായി ഭൗതിക തലങ്ങളിൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മമ്പറം തങ്ങളെയും ഖാദി മുഹമ്മദ് അവറുകളെയും അതുപോലെ ഷെയ്ഖ് മഖ്ദൂം തങ്ങൾ അവറുകളെ വരെ എല്ലാവരെയും ഷിർക്കിന്റെ കൊട്ടയിലേക്ക് തള്ളി ഞങ്ങൾ ഇപ്പോൾ വരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന പുതിയ വിഭാഗങ്ങൾ പോലും മമ്പുറം തങ്ങളെയും മഖ്ദൂം തങ്ങളെയും മെല്ലെ മെല്ലെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ മമ്പുറം തങ്ങൾ അത്യാവശ്യം അവരൊക്കെ ഈ ഷിർക്കിന്റെ കൂട്ടിൽ നിന്ന് അവരെ മെല്ലെ കയറ്റിയിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരെയൊക്കെ പാകപ്പെടുത്തി ഞങ്ങളും അവരുടെ ആളുകളാണ് എന്ന് പറയുന്ന ഒരു നിലപാട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഈയിടെ കോഴിക്കോട് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വക ഒരു ചരിത്ര സെമിനാർ നടക്കുകയുണ്ടായി. നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് കാര്യമായി മഖ്ദൂം തങ്ങളെക്കുറിച്ചും അതുപോലെ മമ്പുറം തങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. പക്ഷെ ഇനി മമ്പുറം തങ്ങളുടെ എല്ലാ പ്രവർത്തനവും എല്ലാ രീതിയും ഇപ്പോൾ അവർക്ക് ഭേദ്യമായിട്ടുണ്ട്. മഖ്ദൂം തങ്ങള് ചെയ്ത ഒരു ചെറിയ കുറ്റം ഇപ്പോൾ കാണുന്നത് മൗലിദ് എഴുതി, മങ്കൂസ് മൗലിദ് എഴുതി എന്നുള്ള ഒരു കുറ്റമാണ് ഇപ്പോൾ അവർ കാണുന്നത്. അതും കൂടി ശരിയായി കഴിഞ്ഞാൽ മമ്പുറം തങ്ങളെ പൂർണ്ണമായി അവർ ഒക്കത്തിരുത്തി അവർ ബാക്കോട്ട് മാറിയെന്ന് വരും. അതുപോലെ മമ്പുറം തങ്ങളെ കുറിച്ച് കാണുന്ന ഒരു ഭയങ്കര പരാതി, അദ്ദേഹം ബാ അലവി ത്വരീഖത്തിലൂടെ ജനങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു എന്നുള്ള അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ആ യുദ്ധം മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവര് പറഞ്ഞു വരുന്നത്. ആയിക്കോട്ടെ, അത് സമ്മതിക്കേണ്ട. ബാക്കി ഭൂരിപക്ഷം എന്തായാലും അവർക്ക് ഷിർക്കിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു മാർഗത്തിൽ നിന്ന് അവരല്പമെങ്കിലും പുറത്തേക്ക് കയറിയല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ വലിയ പുണ്യപുരുഷന്മാരെ എല്ലാം കൂടി സ്വന്തമാക്കി തങ്ങളുടെ പോക്കറ്റിലാക്കാനുള്ള ശ്രമം നടത്തുന്നതിന് ഒരിക്കലും നമ്മൾ ആരും എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ അടുത്തടുത്ത് വരുന്നവരെ കൈനീട്ടി സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ എന്തിനാ അവരെടുക്കണം, ഞങ്ങളാളല്ലേ, ഞങ്ങള് തങ്ങളല്ലേ, എന്തിനാ അവരെന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചില ആളുകളൊക്കെ സുന്നി പ്രവർത്തകരൊക്കെ എന്നോട് ചോദിച്ചു. അത് നമ്മൾ വിട്ടാൽ പറ്റൂല, അത് നമ്മളാളാണ്. പക്ഷെ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും നമ്മൾ അവർ തുറന്നു കൊടുക്കണം. മമ്പുറം തങ്ങളെക്കുറിച്ച് ഏറ്റവും വലിയ പഠനം ഇപ്പോൾ ലോകതലത്തിൽ വന്നിരിക്കുകയാണ്. സയ്യിദ് എക്സൈൽഡ് റബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സയ്യിദ് ഫദൽ തങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു വലിയ കൃതി വന്നിരിക്കുകയാണ്. അതുപോലെ മമ്പുറം തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും സയ്യിദ് ഫദൽ തങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയും എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ കാനഡയിൽ നിന്ന് ഒരു വിഭാഗം ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നും പഠിക്കാണ്ടൊക്കെ ഞങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അത്രയ്ക്കും വളരെ വിശാലമായി ഈ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മഹാരഥന്മാരെയൊക്കെ ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിൽ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്.
മതം മാറ്റം എന്ന് നമ്മൾ പറയുമ്പോൾ മതം മാറി സ്വർഗത്തിലേക്ക് പോയി അവർ ഇസ്ലാമായി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന് മറ്റൊരർത്ഥമുണ്ട്. മതം മാറുക എന്നത് അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് വേറൊരു വ്യവസ്ഥിതിയിലേക്ക് മാറുകയാണ്. തൊടാൻ പാടില്ല, മാറുമറക്കാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നല്ല ഭക്ഷണം കഴിക്കാം, മാറുമറക്കാം, പള്ളിയിൽ പോകാം, ആരാധിക്കാം എന്ന തരത്തിലേക്ക് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു പ്രക്രിയയാണ് അന്ന് മതം മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചരിത്രകാരന്മാർ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി മതം മാറ്റി എന്ന് പറഞ്ഞ് ടിപ്പു സുൽത്താനെയൊക്കെ വളരെയധികം ക്രൂശിക്കാറുണ്ട്. മതം മാറ്റി. പക്ഷെ എന്താണ് അന്നത്തെ മതം മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു മനുഷ്യന് മോചനം, സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരെ അവന് ഒരു കുടിലിൽ ചാളയിൽ താമസിച്ച് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, മാറുമറക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ചെരുപ്പിടാൻ കഴിയാതെ, ശരിക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവനെത്തി ചാരത്തിരുത്തിടാം, ഒട്ടും പേടിക്കേണ്ട നമ്പുരാരെ എന്ന് കവി നമ്പുരാരന്മാരെ കളിയാക്കി പറഞ്ഞ ആ ഒരു സംഭവം. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ചാരത്തിരുത്തിടാമല്ലേ? ഇന്നലെ വരെ നിങ്ങളെ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റി തൊപ്പിയിട്ട് വന്ന അപ്പങ്ങളെ ചാരത്തിരുത്തിയപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, മമ്പറം തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇവിടെ ഈ ഒരു ഉച്ചനീചത്വം ഉണ്ടാകുമായിരുന്നു. നമ്മളൊന്നും ഒരിക്കലും ഇതുപോലെ തൊപ്പിയിട്ട് നല്ല തരത്തിൽ ഇവിടെ ഇങ്ങനെ ഇസ്ലാമായിട്ട് നടക്കുമായിരുന്നില്ല. കാരണം നമുക്കറിയാം, ഇന്ന് മമ്പറം തങ്ങൾ എന്ന പേര്, സയ്യിദ് അലവി എന്ന പേരില്ല ഉള്ള ഒരു 10% ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാകും. മമ്പറം തങ്ങളെ കാക്കണേ എന്ന് നമ്മൾ ഇപ്പോഴും അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, അറിഞ്ഞെന്നെ പറഞ്ഞു പോകും. അപ്പോൾ അത് ഒരു ആത്മബന്ധമാണ്. ആ ബന്ധം മാത്രമല്ല, ഒരു കേരളീയമായ ശൈലി നമുക്ക് പ്രദാനം ചെയ്തതും മമ്പറം തങ്ങൾ തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേരളീയമായ ഒരു ഇസ്ലാമുണ്ട്, അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇസ്ലാം എന്ന് പറയുമ്പോൾ ലോകത്തൊക്കെ ഒന്നല്ലേ എന്നുള്ളത്. അത് ആശയപരമായി കേരളം ലോകത്ത് ഇസ്ലാം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനത്തെയും ഖുർആനെയും ഹദീസിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മളൊരു സംസ്കാരം വളർത്തിയെടുത്തിട്ടുണ്ട്. അല്ലാ തിരുപേരും തുതിയും തലവാത്തും അതിൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് ഞാൻ ഡൽഹിയിൽ പോയിട്ട് പാടിയാൽ അവിടെ നിൽക്കാൻ പറയും, പാഗൽ ഹേ എന്ന് പറയും, എനിക്ക് സുഖമില്ല എന്ന് പറയും. കാരണം ഡൽഹിയിലുള്ള അവിടുത്തെ മുസ്ലിങ്ങൾ എത്ര നല്ല ഭക്തന്മാരാണെങ്കിലും അവർക്ക് ഈ മാല അവർക്ക് പിടിക്കുകയില്ല. അത് നമ്മളെ മാലയാണ്, അത് നമ്മുടേതാണ്. നമ്മുടെ വേഷം, നമ്മുടെ മാല, നമ്മുടെ ഭക്ഷണം, ഇവിടുത്തെ കറി, ഇവിടുത്തെ കുമ്പളങ്ങ കറി ഇതൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ഇസ്ലാമികമായ ചരിത്രം, സംസ്കാരവും ഉണ്ട്. അത് കൊണ്ടുവന്ന് തന്ന് നമുക്ക് കാണിച്ചു തന്നത് മഖ്ദൂം തങ്ങളും മമ്പറം തങ്ങളും തന്നെയാണ്. അത് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാവരോടും സ്നേഹവും സഹിഷ്ണുതയും കാണിക്കാനുള്ളതുമാണ്. നമ്മളിപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ മറ്റു മതക്കാരോടും ഒക്കെ ഉണ്ടാകുന്ന വിദ്വേഷം, അത് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് മറ്റു മതക്കാർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതുവരെ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് നമുക്ക് കാണിച്ചു തന്നത് മമ്പറം തങ്ങളാണ് എന്നുകൂടി ഓർക്കണം. മമ്പറം തങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു അധസ്ഥിതയായ സ്ത്രീ വരികയും മമ്പറം തങ്ങളെ എനിക്ക് ആരാധിക്കാനൊരു ഇടം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടമുണർത്തുകയും ചെയ്തപ്പോൾ, എന്തിനാണ് നീ വന്നിരിക്കുന്നത്? ഞാൻ തിരുവന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്, അവിടെ എന്നെ കടക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ദേവിയെ കാണണം, അതിനെനിക്കൊരു ഇടം വേണം എന്ന് പറഞ്ഞ് സങ്കടമുണർത്തിയപ്പോൾ ഉടനെ തന്നെ മമ്പറം തങ്ങൾ പറഞ്ഞത്, എനിക്കിവിടെ നീ ബഹുദൈവ വിശ്വാസികളോട് എനിക്കിവിടെ സ്ഥലമില്ല, സ്ഥാനമില്ല ഒന്നുമല്ല പറഞ്ഞത്. മറിച്ച് ഉടനെ തന്നെ കോന്തുനായരെ വിളിച്ച് ആ സ്ത്രീക്ക് ആരാധിക്കാൻ ഒരു ഇടം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കോന്തുനായർ സ്ഥലം അന്വേഷിക്കുകയും അങ്ങനെ കളിയാട്ടമുക്കിൽ ഒരു സ്ഥലം കണ്ടെത്തുകയും ആ കളിയാട്ടമുക്കിലെ അവിടുത്തെ കാവിലമ്മയായി ആ സ്ത്രീ മാറാനിടയാവുകയും ചെയ്തത് മമ്പറം തങ്ങളിലൂടെയാണ്. അപ്പോൾ മമ്പറം തങ്ങൾ കാണിച്ചിരുന്ന ആ സഹിഷ്ണുത, മറ്റു മതക്കാരോടും മറ്റു മതക്കാരുടെ ആരാധന സൗകര്യങ്ങൾക്കും വേണ്ടി അവിടുന്ന് കാണിച്ചിരുന്ന സഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ഇവിടെയുള്ള അധസ്ഥിതരായ ഒരുപാട് ആളുകൾ വരുത്തിയത്. അത് തന്നെയാണ്
അതുമാത്രമല്ല, ഈ കാവിലമ്മ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉത്സവം വേണം എന്ന് പറഞ്ഞപ്പോഴും ആ ഒരു പരാതിയും പറയാൻ ചെന്നത് മമ്പറന്തങ്ങളുടെ അടുത്ത് തന്നെയാണ്. മമ്പറന്തങ്ങൾ പറഞ്ഞ് നല്ല ദിവസം വെള്ളിയാഴ്ച തന്നെ ആയിക്കോട്ടെ നിന്റെ കളിയാട്ടം എന്ന് പറഞ്ഞ് ആ കളിയാട്ടത്തിന് ദിവസവും നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോഴും നമുക്കറിയാമല്ല, കളിയാട്ടമൊക്കെ അത് തുടങ്ങുന്നത് മമ്പറത്ത് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മ, ഇസ്ലാം പഠിപ്പിച്ച കൂട്ടായ്മ. കേരളീയ ജീവിതത്തിൽ ഇസ്ലാമിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുപോകണമെന്ന് മമ്പറന്തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പുറം സമൂഹത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അവരൊരിക്കലും നമ്മളെ കുറിച്ച് വെറുതെ കേട്ടറിഞ്ഞ് വരാൻ പോലും. മമ്പറന്തങ്ങൾ മതം മാറ്റിയ ആളല്ലേ, മമ്പറന്തങ്ങൾ വെറുതെ യുദ്ധം ചെയ്ത ആളല്ല. കാപ്പറാട്ട് പണിക്കർ കൊന്നു, അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ല, അദ്ദേഹത്തിന് കൊന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് മതവിദ്വേഷം ഉണ്ടാക്കുന്നതിന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ഖുതുബുസ്സമാൻ മമ്പറന്തങ്ങൾ എന്ന മഹൽ വ്യക്തിത്വം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല മുസ്ലിം സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത്. കാരണം ഇപ്പോൾ കാനഡയിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ ഈ കേട്ടറിഞ്ഞ് വന്നതാണ്. ഇവിടെ ഒരു വലിയ വിപ്ലവം, കൊളോണിയൻ വിരുദ്ധ സമരം ഉണ്ടായത് എങ്ങനെയാണ് മമ്പറന്തങ്ങൾ എന്ന മനുഷ്യൻ ഇത്രയധികം ആളുകൾ മതം മാറിയത് എങ്ങനെയാണ്? മതം ആരെയും തങ്ങൾ അങ്ങോട്ട് പോയിട്ട് മാറ്റിയിട്ടില്ല. എല്ലാ ആളുകളും പാവപ്പെട്ട കർഷകർ മുഴുവനും ഒരു ഗതിയില്ലാതെ നടക്കുമ്പോൾ ജന്മിമാരുടെ അടുത്ത് പോയാൽ ഒരു രക്ഷയില്ല. ജന്മിമാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് തലവെട്ടുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഗതി ആര് എന്ന് കാത്തിരുന്ന സന്ദർഭത്തിലാണ് വലിയൊരു വെള്ളി നക്ഷത്രം പോലെ മമ്പറന്തങ്ങൾ ഇവിടെ വരുന്നത്, സയ്യിദന്മാരിവിടെ വരുന്നത്. അപ്പോൾ അവരടുത്തേക്ക് പോയി അവര് സങ്കടമുണർത്തി അവരതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ ബഹുജനങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും സ്വതന്ത്രമായി അനുവർത്തിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കേരളീയമായ ശൈലിയിൽ വളർത്തിയെടുത്ത മഹാനുഭാവനാണ് മമ്പറന്തങ്ങൾ. അതുകൊണ്ടാണ് മമ്പറന്തങ്ങൾക്ക് കാര്യസ്ഥരാകാൻ വേണ്ടി ഇവിടെ വേറെ വല്ല തങ്ങന്മാരെ അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടാഞ്ഞിട്ടൊന്നും അല്ലല്ലോ കോന്തുനായരാക്കിയത്. കോന്തുനായരാണ് തങ്ങളുടെ കാര്യസ്ഥൻ, കോന്തുനായരുടെ കാര്യം പറയില്ല. എന്തിനാ? അപ്പൊ ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്. ആ മാതൃക തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ മഹത്വം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും മോഡറേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങടും പോലെ വല്ലതും പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. നേരത്തെ ബാവ ഉസ്താദ് പറഞ്ഞതുപോലെ ഖുതുബുസ്സമാൻ എന്ന നമ്മുടെ നാട്ടിലെ ഇത്രയും മഹാനുഭാവനായ ഒരു മഹൽ വ്യക്തിത്വം, അതും ഉമർ ഖാലി അവർകളാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ഒരു അഭിനിവേശം എനിക്ക് തോന്നിപ്പോയി. കാരണം ഉമർ ഖാലിയെക്കുറിച്ചും മമ്പറന്തങ്ങളെക്കുറിച്ചും കഴിഞ്ഞൊരു പാഠപുസ്തകം ഉണ്ടായല്ലോ, ഒരു പാഠപുസ്തകം മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ് അത് ആ കാരണം പറഞ്ഞ് അത് ചവിട്ടിത്തെച്ച് ഇല്ലാതാക്കിയല്ലോ. ആ പാഠപുസ്തകത്തിലെ മമ്പറന്തങ്ങളെ കുറിച്ചൊരു പാഠം ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നു. അന്ന് ഭയങ്കര എതിർപ്പ് അതിലുണ്ടായിരുന്നു. ഉമർ ഖാലിയെക്കുറിച്ചും മമ്പറന്തങ്ങളെ കുറിച്ചൊരു പാഠം അതിലുണ്ടായിരുന്നു. അപ്പൊ ഈ ചവിട്ടിയരച്ച പലരുടെ ആവേശം എന്താണ്, ഈ മതമില്ലാത്ത ജീവൻ പോയാലും വേണ്ടിയില്ല ഇതാണ്ട് പോയി കിട്ടട്ടെ എന്ന ആവേശത്തിലാണ് അന്ന് ആ പുസ്തകം ഇല്ലാതാക്കിയത്. നമ്മളത് എഴുതി കൊടുത്തും ചെയ്തായിരുന്നു. അപ്പൊ അത്തരം പാഠങ്ങളൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് ഇറക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഉമർ ഖാലിയെ കുറിച്ച് പറയുമ്പോൾ മമ്പറന്തങ്ങളെ കുറിച്ച് പറയണം, കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ മമ്പറന്തങ്ങളെ കുറിച്ച് പറയണം, മമ്പറന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇവരെല്ലാവരെയും കുറിച്ച് പറയണം. നുഫൂസുൽ വരാലിൽ മൗത്തി ഫല്ലാഹു ഖലഖഹ ഫമൂതു സബീലില്ലാഹി ഖൈറുൽ ലിമുഹ്തദി എന്ന മമ്പറന്തങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കത്തിലെ ഉള്ളിൽ എഴുതിയ ആ വരി അത് വളരെ ഹൃദയസ്പർശി തന്നെയാണ്. അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ സന്മാർഗത്തിൽ മരിക്കുക എന്നതാണ് ഒരു സന്മാർഗി ആയ ആൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ജയിലറയിൽ വെച്ച് മരിക്കുന്നത് ഞാൻ സന്തോഷമായി കാണുന്നു എന്ന അർത്ഥത്തില് തങ്ങൾക്കിങ്ങനെ കത്തെഴുതിയ ആ ബന്ധം അതൊന്നും നമുക്കൊരിക്കലും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല. ഇന്നത്തെ ഈ സുന്നത്ത് ജമാഅത്ത് നമ്മൾ പറഞ്ഞല്ല ഈ പ്രസരിപ്പിലും പളവളപ്പിലും ഇതൊക്കെ നമ്മൾ ചവിട്ടി മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു അഹ്ലു സുന്നത്തിനെ കുറിച്ച് പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇത് തന്നെ ആവട്ടെ നമ്മുടെ ഇത്തരം വിഷയങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ അലി അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഈ വിഷയം അവതരിപ്പിക്കാൻ പ്രാപ്തനാണ്. രണ്ടുപേരാണ് വിഷയം അവതരിപ്പിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത്, അലി അബ്ദുള്ള സാഹിബും അതുപോലെ നമ്മുടെ ചേറൂർ അബ്ദുള്ള മൗലവിയും. ചേറൂര് കോയമ്പത്തൂർ ഇവിടെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ഉദ്ദേശപ്രകാരമാണ് നടത്തി, പക്ഷെ അദ്ദേഹം ഇവിടെ എത്തുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ധന്യമായി തന്നെ നമ്മളോട് സംസാരിക്കാൻ അലി അബ്ദുള്ള സാഹിബുണ്ട്. അദ്ദേഹം സമരങ്ങളെക്കുറിച്ച്
മമ്പുറം തങ്ങളുടെ സമരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ അധ്യക്ഷൻ, സമസ്ത കേന്ദ്ര മുശാവറ അംഗം കോടമ്പുഴ ബാബു മുസ്ലിയാർ, മോഡറേറ്റർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, വേദി പങ്കിടുന്ന നേതാക്കൾ, പണ്ഡിതന്മാർ, സദസ്സിലെ മാന്യ ശ്രോതാക്കൾ, മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് മൗലദ്ദവീല ഖുത്ബുസ്സമാൻ തങ്ങളെ അനുസ്മരിക്കുന്ന ഈ സെമിനാർ വേദിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ചും മലബാറിൽ വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു മഹാപ്രതിഭയും ആത്മീയ ഗുരുവുമാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങൾക്ക് കേരളീയ സമൂഹം വളരെ വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ആ സ്ഥാനം നൽകിയ അടിസ്ഥാന കാരണങ്ങളിൽ ചിലതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് സമരങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടു പോകാൻ പാടില്ലെന്നുള്ള വിനീതമായ ഒരഭിപ്രായം ആദ്യമേ എനിക്കുണ്ട്. ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരും മഹത് ഗുരുക്കളുമാണ് ഈ മഹാന്മാരെല്ലാം. തങ്ങളുടേതായ സ്വന്തമായ ഒരു ലൈൻ അവർക്കില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹത്തായ ആശയങ്ങളിലൂടെയാണ് അവരുടെ ഒക്കെ സഞ്ചാരം. ആ സഞ്ചാരത്തിന്റെ സരണിയെ മുസ്ലിം ഉമ്മത്ത് ഏകോപിതാഭിപ്രായത്തിൽ പ്രവാചകാധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വിളിക്കുന്നു. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന മഹത്തായ ഇസ്ലാമിക സംസ്കൃതിയും സ്വഭാവവും ലോകത്തിനു കാണിച്ചു കൊടുത്ത അതതു കാലഘട്ടത്തിലെ കുത്തുബുകളുടെയും ആരിഫുകളുടെയും പട്ടികയിൽ കേരളത്തിലെ പ്രമുഖനാണ് മഹാനായ മമ്പുറം തങ്ങൾ. ചരിത്രത്തെയാണ് പിന്നോട്ടുള്ള പഠനത്തിന് നാം സ്വീകരിക്കുന്നത്. ചരിത്ര നിർമ്മിതിയുടെ പശ്ചാത്തലം ഈ പഠനത്തിന് വിധേയമാക്കണം. അങ്ങനെ വരുമ്പോൾ
ബ്രിട്ടീഷുകാരന്റെ ഒരു ചരിത്രമുണ്ട്. അവരുടെ വ്യൂവിൽ അത് ശരിയാണ്. പക്ഷെ അവരുടെ താല്പര്യം ഈ ചരിത്ര രചനയിൽ എത്ര കണ്ടുണ്ടായിരുന്നു എന്നത് നോക്കിക്കാണണം. കിഴക്കിനെയും തെക്കിനെയും അവർ സമീപിച്ചത് പടിഞ്ഞാറിന്റെ മേധാധികാരത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. അധിനിവേശ ശക്തികളുടെ കൈകളിൽ ഒരുപാട് ശക്തമായ ഉപകരണങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ഉപകരണം ആധുനിക നശീകരണ ആയുധങ്ങളാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അധികാരവും മേധാവിത്വവും സ്ഥാപിക്കാൻ വേണ്ടി അവരുപയോഗിച്ചിരിക്കുന്ന ആയുധം ചരിത്രത്തെയാണ്, അവരുടെ ഭാഷയെയാണ്. ഭാഷയും ചരിത്രവും കൂടി ഉൾക്കൊള്ളുന്നത് സൗകര്യപ്രദമായ വേട്ടയുടെ ലോകം അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ പരിമിതമായ അറിവിലും നേരിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ചില കണ്ടെത്തലുകളിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നിലവിലെ പല വാർപ്പു മാതൃകകളെയും ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നുവരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. കേരളത്തിലെ മഹാന്മാരായ പണ്ഡിത കേസരികളെപ്പറ്റി, മശായിഖുകളെപ്പറ്റി ചരിത്രപരമായ പഠനം നടത്തുമ്പോൾ ആ പഠനത്തിൽ സ്വാഭാവികമായും ആരാണ് പഠനം നടത്തുന്നത്, ഏതു താൽപര്യത്തിലാണ് പഠനം നടത്തുന്നത്, അതിനനുസരിച്ച് കളയലും കൊള്ളലുമൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളൊരു ചോദ്യം, മമ്പുറം തങ്ങൾ കേരളീയ സമൂഹത്തിൽ വായിക്കപ്പെട്ടത് തങ്ങളുടെ മഹത്വത്തിനും ആത്മീയതക്കും ഉജ്ജ്വലമായ ഇടപെടലുകൾക്കും മതിയായ രൂപത്തിലാണോ എന്നതാണ്. ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയില് അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് തങ്ങൾ ജീവിച്ചത്. തങ്ങളുടെ മുമ്പ് കേരളത്തിന് ചരിത്രമുണ്ട്. ആ ചരിത്രം മഹ്ദൂം മശായിഖുകളിലേക്ക് ചെന്നെത്തും. അവർ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഇവിടെ ഇസ്ലാമിക പ്രവർത്തനം നടത്തി. ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ വിഭാഗീയ പ്രവർത്തനം എന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അത് മതപരമായ അടിസ്ഥാനത്തിലും ഈ മഹത്തുക്കളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ ശുദ്ധമായ അസംബന്ധമാണ്. വർഗീകരണം നടന്നു എന്നതിന് മതമോ ഈ മഹത്തുക്കളോ കുറ്റവാളികളോ പ്രതികളോ അല്ല. നിക്ഷിപ്ത താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളിൽ നിന്ന് തെന്നിമാറി ചിലപ്പോൾ വസ്തുതകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില ആളുകൾ ചരിത്രത്തെ സമീപിച്ചപ്പോഴുണ്ടായ അപാകമാണ്. ഈ അപാകം ബോധപൂർവമായിരുന്നു എന്നത് നേരുമാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ചില സത്യങ്ങളിലേക്ക് നാം കടക്കുന്നത്. അങ്ങനെ നാം കടന്നു വരുമ്പം ഒന്നുകൂടി പറയട്ടെ, രണ്ടു തരത്തിലുള്ള മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രപരമായ അന്വേഷണം ഇവിടെയുണ്ട്. ഒന്ന്, ശുദ്ധമായ ഭൗതികതയുടെ പശ്ചാത്തലത്തിൽ രൂപം കൽപ്പന ചെയ്യപ്പെട്ട ചരിത്ര നിർമ്മിതി. മറ്റൊന്ന്, മതപരമായ വ്യതിയാന ചിന്തകൾ സ്വാധീനിക്കപ്പെട്ട ആളുകൾ
ഒന്നുകിൽ ഈ മഹത്തുക്കളെ പൂർണ്ണമായി തിരസ്കരിക്കാനോ അല്ലെങ്കിൽ ഈ മഹത്തുക്കളെ ഏതാനും കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാനോ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളും തെറ്റു തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നേരത്തെ ഈ വേദിയിൽ ബഹുമാന്യരായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സാഹിബ് മഖ്ദൂം മശായിഖുകളെ അനുസ്മരിക്കുകയുണ്ടായി. എന്താണ് മഖ്ദൂം മശായിഖുകൾ ചെയ്തത്? അവർ ചെയ്തത് ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നേടിക്കൊടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസപരമായും വിശ്വാസപരമായും ജീവിക്കാനുള്ള പൗരന്റെ മൗലികമായ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയും അവർ പോരാട്ടം നടത്തി. ആത്മീയമായി ജനതയെ ഉയർത്താൻ വേണ്ടി അവർ അത്യധ്വാനം ചെയ്തു. അങ്ങനെ ആയപ്പോ അവരുടെ രചനകളിലും പ്രവർത്തനങ്ങളിലും ഇത് മുഴുവൻ മികച്ചു നിന്നു. പക്ഷേ കേരളത്തിൽ അവർ വായിക്കപ്പെട്ടത് തന്നെ പരിമിതമായ രൂപത്തിലെ വായന തന്നെയും അതും പല വഴിക്ക്. അവരുടെ രചനകൾ ഓരോന്നെടുത്തു നോക്കുക. ആത്മീയമായ ഔത്സുക്യം ജനങ്ങൾക്ക് വേണം. മാനസികമായ സംസ്കരണം നടക്കണം. ശരീരത്തെയും മനസ്സിനെയും സ്ഫുടം ചെയ്യണം. അതിന് തസ്കിയത്തിന്റെയും തസ്ഫിയത്തിന്റെയും പ്രവർത്തനങ്ങൾ വേണം. അതിനു പറ്റുന്ന ഇർഷാദും മുർഷിദും അദ്കിയയുമായി നിരവധി രചനകൾ അവർ നടത്തി. അവരുടെ രചനകളിൽ ഇതുമാത്രം പരിമിതപ്പെട്ടില്ല. ആത്മീയമായ ഔത്സുക്യം ജനങ്ങളിൽ ഉണ്ടാക്കായെടുക്കാൻ വേണ്ടി പ്രവാചക പ്രകീർത്തനങ്ങളുടെ വലിയ ഒരു ലോകം തന്നെ മൗലിദുകളുടെ തലങ്ങളിലൂടെ അവർ കേരളീയ ജനതയ്ക്ക് പരിചയപ്പെടുത്തി. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലോ, ഈ മൗലിദും മാലപ്പാട്ടുകളും ഒക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിലർ വാദിക്കാറുണ്ട്. ഇത് തെറ്റാണ്. എവിടെയെങ്കിലും ഒരിടത്തില്ല എന്നതിന്റെ പശ്ചാത്തലം ആദ്യം അന്വേഷിക്കണം. ഭരണകൂടത്തിന്റെ മതം ഏതെങ്കിലും വിഭാഗീയതയായി നിലനിൽക്കുന്ന വല്ല നാടുകളിലും പരസ്യമായി ഇതില്ല എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ അവിടങ്ങളിലൊന്നും മൗലിദ് സമ്പ്രദായമോ മദ്ഹ് മജ്ലിസുകളോ ഇല്ല എന്നതിനർത്ഥമില്ല. കുറച്ചു കൊല്ലം മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ബിലാൽ മസ്ജിദിന്റെ തൊട്ടടുത്ത് താജിക് വംശജനായ ഷെയ്ഖ് സക്കരിയ എന്ന മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മരിച്ചുപോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ സേവകനും ഖാദിമുമായി മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഈ ബെൽറ്റിലെ ഒരു സഹോദരൻ അവിടെ ജോലിയും ചെയ്തിരുന്നു. ഒരിക്കൽ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടപ്പോ അവിടെ നല്ല ഒരു വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന രണ്ട് വണ്ടി KL 46 77 87 ആ രണ്ട് വണ്ടികളൊന്ന് ദയവായി മാറ്റിക്കൊടുത്താലേ നമുക്ക് ആളുകൾക്ക് വരാൻ സൗകര്യം ഉണ്ടാവുള്ളൂ. വണ്ടിക്ക് വരാൻ കുണ്ടൂർ ഉസ്താദിന്റെ ഈ മഹത്തായ ഹളറത്തിൽ ധാരാളം ഉസ്താദുമായി ബന്ധമുള്ള ആളുകളുണ്ട്. അബ്കോ ചെയർമാൻ എന്നതിലുപരി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദുമായി ബന്ധമുള്ള നമ്മുടെ ചാലിയം കരീം ഹാജി, അവരുടെ വാപ്പ നമ്മുടെ ചാലിയം ബാബ ഹാജി ഉസ്താദുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങൾക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അള്ളാഹു ആ ബാബാജിന്റെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് വിട്ടു തരുമാറാകട്ടെ. നമ്മളെ കരീം ഹാജി വാപ്പ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ്. സാധാരണ ചാലിയത്ത് പോയാൽ ഇന്റെങ്കിലും നോക്കേണ്ട കരീമിന്റെ അടുത്ത് വേറെ പോയിക്കോളി എന്നാ പറയൽ. അള്ളാഹു താല ആ കരീം ഹാജിയുടെ എല്ലാവിധ അള്ളാഹു താല ആഫിയത്തും ആരോഗ്യവും ദീനി ഖിദ്മത്തിലായി അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ കച്ചവടങ്ങളിലും എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ.
അതിലുപരി നമ്മളെയും അവരുടെയും എല്ലാവരുടെയും ആഖിബത്ത് ഈ മഹാത്മാക്കളെ സ്നേഹിച്ച ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഷർറുകളിൽ നിന്നും സലാമത്ത് നൽകുമാറാകട്ടെ. പിന്നെ നമ്മളെ മനേക്കല ബാപ്പൂജിയാണ് ഞങ്ങളെ ഈ ഉറൂസിലേക്ക് ആദ്യത്തെ ഒന്നാമത്തെ ഉറൂസിന്റെ ഫസ്റ്റ് ബലി മൃഗത്തെ പൂത്ത് തന്ന നമ്മളെ മനേക്കൽ അതരമനെ ബാപ്പൂജി അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഭക്ഷണത്തിന്റെ ഭാഗത്ത് തിരക്കുണ്ടാക്കാതെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കും. നമ്മുടെ വളണ്ടിയേഴ്സുകൾ ആ വെയിൽ കൊണ്ടുകൊണ്ടാണ് ഭക്ഷണമൊക്കെ പൊതിയുന്നത്. സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു ഈ മജ്ലിസ് കാരണമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ അലി അബ്ദുള്ള സാഹിബിന്റെ വിഷയാവതരണം തുടരുകയാണ്. ഖുതുബന്റെ ഇടയിലുള്ള ഒരു ഇരുത്തമായിരുന്നു ഇതുവരെ. രണ്ടാം ഖുതുബ ഒന്നാമത്തേതിനേക്കാൾ ദീർഘമാവരുത് എന്നതുകൊണ്ട് ഇരുത്തത്തിന് ശേഷമുള്ള നൃത്തം നേരത്തെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. അപ്പോ ഷെയ്ഖ് സക്കരിയ എന്ന മഹാന്റെ ഹദറത്തിൽ വീൽ ചെയറിലാണ് അയാൾ വരാറ്. അത്രയും പ്രായാധിക്യമുണ്ട്. അവിടെ ഒരു മൗലിദ് മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ ഇവിടത്തുള്ള വലിയ ആളാണ്. ഈ കൂറ്റമ്പാറ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു പാറ പിന്നെ കേരളത്തിലില്ല. മൂപ്പരൊക്കെ കൊണ്ട് ഞങ്ങളൊക്കെ കൂടി പോയതാ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച മങ്കൂസ് മൗലിദ്, അതല്ലേ നമുക്ക് അറിഞ്ഞോളൂ. അതുമായി ചെന്നു നോക്കുമ്പോൾ അയാളുടെ ഹദറത്തില് സിരിയക്കാരായ സൂരികളായ നല്ല ചെറുപ്പക്കാരുടെ സിരിയൻ മൗലിദില് എല്ലാ കൂറ്റം പറയും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൗലിദ് നിഷ്പ്രഭമായി പോയി. ഞാൻ പറഞ്ഞതിനർത്ഥം ഇത് ലോകത്തിന്റെ എല്ലായിടത്തുമുണ്ട്. അതുപോലെ അവരുടെ രചനകളിൽ ജനങ്ങൾക്ക് ആത്മീയ ഔത്സുഖ്യം നൽകുന്നതോടൊപ്പം ജീവിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടപരമായ ഇടപെടലുണ്ടായിരുന്നു. അതാണ് തെഹ്രീദും തുഹ്ഫത്തുൽ മുജാഹിദീനും ഒക്കെ. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. മഹാന്മാരായ മശായിഖുകളുടെ പാത പിന്തുടർന്നുകൊണ്ട് ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ ആ മേഖലയിൽ ഉയർന്നു നിന്ന് പ്രവർത്തിച്ച മഹാനാണ് മഹാനായ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങളുടെ പോരാട്ടങ്ങൾ എന്തൊക്കെ എന്നത് കൂടുതൽ മലപ്പുറത്തുകാരോട്, തിരൂരങ്ങാടിക്കാരോട്, ഈ പരിസരത്തുള്ളവരോട് പറയേണ്ടതില്ല. എന്തിനായിരുന്നു എന്നത് ആദ്യം മനസ്സിലാക്കുക. മൗലദ്ദവീല ഖുതുബുസ്സമാൻ തങ്ങളവറുകൾ ബാഅലവി വംശാവലിയിൽപ്പെട്ട ആളാണ്. ആ കബീലക്ക് അവരുടെ ആത്മീയ ലൈനിന് ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തുക എന്നതോ ഭരണാധികാരികളോട് എന്തിന്റെ പേരിലും ഒപ്പം നിൽക്കുകയോ ചെയ്യുക എന്നതോ അവരെ ചെന്ന് കാണുക എന്നതോ അവരുടെ മുമ്പിൽ കെഞ്ചുക എന്നതോ അവരുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളോടൊപ്പമായിരുന്നു. ബാവ ഉസ്താദ് നേരത്തെ പറഞ്ഞ മാതിരി ജനങ്ങളെ നാം ഇങ്ങനെ വർഗീകരിക്കേണ്ടതില്ല, കാറ്റഗറൈസ് ചെയ്യേണ്ടതില്ല. പാവപ്പെട്ടവൻ, പണക്കാരൻ, പാവപ്പെട്ടവനും പണക്കാരനും എന്ന വർഗീകരണം സമൂഹത്തിലുണ്ട്. പക്ഷേ ആ വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതിനെ നോക്കിക്കാണേണ്ടതില്ല. അതാര് വരുത്തി എന്നത് വേറെ കാര്യം. ആ വർഗീകരണം ഒരർത്ഥത്തിൽ തെറ്റാണ്.
പക്ഷേ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വസ്തുതകളെ വിസ്മരിക്കാൻ വരിക. അതുകൊണ്ട് തന്നെ വസ്തുതകളെ സമ്മതിച്ചുകൊണ്ടാണ് നാം നിൽക്കുന്നത്, എല്ലാവരുടെയും കൂടെ. എന്തേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാഫത്തൽ ലിന്നാസിയുടെ പ്രവാചകനാണ്. സമ്മതിച്ചവരുടേത് മാത്രമല്ല, ഭാഗികമായി സമ്മതിച്ചവരുടേത് മാത്രമല്ല, വിസമ്മതിച്ച സകലോരുടെയും കൂടി പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരിൽ നിന്ന് പണ്ഡിതന്മാരിലേക്ക് വന്നെത്തിയ അനന്തരാവകാശം എന്ന് പറയുന്നത് അത് പൂർണ്ണമായി സ്വീകരിക്കുമ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുമ്പിൽ ആശയും അഭിലാഷവുമായി ഈ മഹത്തുക്കൾ മുഴുവൻ പ്രവർത്തിച്ചു എന്നതാണ് നേര്. ഈ തങ്ങന്മാരെയൊക്കെ ദേശീയ സമരത്തിന്റെ മരക്കുറ്റിയിൽ മാത്രം തളച്ചിടാനുള്ള ഒരു വിഫല ശ്രമം നടക്കുന്നുണ്ട്. ദേശീയ സമരങ്ങളിലൊന്നും അവരില്ല എന്നതല്ല, അതുണ്ട്. പക്ഷെ ഇവിടെ മാത്രം അവരെ തളച്ചിടുന്നു. അത്തളച്ചിടുന്നതിന്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട്. ഭൗതിക ചരിത്ര വ്യാഖ്യാതാക്കൾക്കുണ്ട്, മതത്തിലെ ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യതിചലിത വിഭാഗങ്ങൾക്കും താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം സമ്മതിച്ചു കൊടുത്തുകൂടാ. എന്തുകൊണ്ട്? അത് വസ്തുതാപരമായി തെറ്റാണ്. നമ്മുടെ ഒരു അവകാശവാദത്തിന്റെ പേരിലല്ല സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നത്, അത് വസ്തുതാപരമായി തീർത്തും തെറ്റാണ്. അതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഇവർ വായിക്കപ്പെടുന്നു. മഹാനായ ഉമർ ഖാദി ചിലപ്പോൾ വായിക്കപ്പെടാറുണ്ട് കേരളത്തിൽ. അദ്ദേഹം വായിക്കപ്പെടുന്നത് തന്നെ പരിമിതമാണ്. ഉമർ ഖാദിക്ക് ഉജ്ജ്വലമായ ഒരു ആത്മീയ ചരിത്രമുണ്ട്. മഅരിഫത്തിന്റെ മേഖലയിലുള്ള സഞ്ചാരത്തിന്റെ എമ്പാടും ചരിത്രമുണ്ട്. നിസ്തർക്കം വെളിപ്പെട്ട കറാമത്തുകളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ വ്യതിചലിത പ്രസ്ഥാനങ്ങൾ തയ്യാറല്ല. അവർക്ക് ആ മഹാനായ ഉമർ ഖാദി കേവലം വെളിയങ്കോട്ട ഒരു ഉമർ മാത്രമാണ്. മഹാനായ ഉമർ ഖാദി തങ്ങളവറുകൾ വെളിയങ്കോട്ട ഉമറാണെങ്കിലും അറബ് ലോകത്ത് ഉമർ വലിയി എന്ന പേരിൽ അറിയപ്പെടുന്ന ആത്മീയ ആചാര്യനാണ്. മഹാനായ ഉമർ ഖാദി തങ്ങളുടെ സതീർത്ഥ്യനും അല്ലെങ്കിൽ ഗുരുവുമാണ് യഥാർത്ഥത്തിൽ മഹാനായ മമ്പുറം തങ്ങൾ. ഈ രണ്ടുപേരുടെയും സൗഹൃദം, ആത്മീയമായ സൗരഭ്യം കേരളത്തിൽ സൃഷ്ടിച്ചപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞു, കേരളത്തിലെ പ്രത്യേകിച്ചും മലബാറിലെ അലവി എന്ന പേരിന്റെ പശ്ചാത്തലം മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ വമ്പിച്ച സ്വാധീനമാണ് കേരളീയ സമൂഹത്തിലുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ അവർ സമ്മതിച്ചു കൊടുക്കപ്പെട്ടാൽ ഈ വ്യതിചലിത പ്രസ്ഥാനങ്ങളുടെ കച്ചവടം നടക്കില്ല. കോഴിക്കോട്ടെ കാളിമാരുണ്ട്. കോഴിക്കോട്ടെ കാളിമാരുടെ സാന്നിധ്യവും ചരിത്രപരമായ അവരുടെ നിൽപ്പും സമ്മതിച്ചു കൊടുത്താൽ മുഹിയുദ്ദീൻ മാല സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. മുഹിയുദ്ദീൻ മാല സമ്മതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇക്കാലമത്രയും കെട്ടിപ്പൊക്കാൻ വിഫല ശ്രമം നടത്തിയിരുന്ന എല്ലാ ശ്രമങ്ങളും പാഴ്വേലയായിരുന്നു എന്ന് ലോകത്തോട് സമ്മതിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും ഇതിന് മെനക്കെടില്ല. അവർ അവസാനം ഈ കുറച്ചു കൊല്ലം വരെ അവർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ആ ഭാഗം പറ്റെ അങ്ങ് മൂടിവെക്കാം. കേരളത്തിന്റെ ചരിത്രം അവർ അല്പകാലഘട്ടത്തിന് ശേഷമേ ആരംഭിക്കൂ. പോർച്ചുഗീസ് കാലഘട്ടത്തിലെ പോരാട്ടത്തെക്കുറിച്ച് അവർക്ക് താല്പര്യം കുറവാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലേതിനും ഉറപ്പാണ്.
അതേ സ്ഥാനത്ത് ബ്രിട്ടന്റെ കൈകളിൽ നിന്ന് ഇന്ത്യയുടെ കൈകളിലേക്ക് സ്വാതന്ത്ര്യം കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലെ സവിശേഷമായ ഏതാനും വർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ വായിച്ചെടുക്കുക. അങ്ങനെ വായിക്കുമ്പോൾ മക്തി തങ്ങളിൽ നിന്ന് തുടങ്ങും. അത് വക്കം മൗലവിയിലൂടെ കെ എം മൗലവിയിലൂടെ പോകും. അവിടെ ഉമർ ഖാലി തിരസ്കൃതനാകും. മമ്പുറം തങ്ങൾ വേലിക്ക് പുറത്താകും. മഖ്ദൂമുമാർ തീരെ അവഗണിക്കപ്പെടും. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന തെറ്റാണ്. വിദണ്ഡമായ വാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, തെറ്റായ വാദമുഖങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആരെങ്കിലും ചരിത്രപരമായ വസ്തുതകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. കേരളീയ മുസൽമാൻ മാപ്പിള എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം ചർച്ച ചെയ്യപ്പെടുന്നു. മാപ്പിളയുടെ തീർത്തുള്ള ചരിത്രം ഇവിടെ വായിക്കപ്പെടുന്നില്ല. എങ്ങനെ വന്നു എന്നതല്ല, ഈ മാപ്പിളക്ക് സ്വന്തമായ ഒരു സ്വത്വമില്ല. ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ കേരളീയമായ ഒരു മാതൃക എന്നതിനപ്പുറത്ത് കേരളീയമായ പശ്ചാത്തലത്തിൽ മാത്രം ഉരുവം കൊണ്ട ഒന്നല്ല കേരളീയ മാപ്പിളയുടെ സംസ്കാരം, കേരളീയ മുസ്ലിമിന്റെ സംസ്കാരം, അവന്റെ ചരിത്രം. ഇത് വായിക്കപ്പെടുമ്പോൾ ഇവരുടെ പോരാട്ടങ്ങൾ എന്തിനോടായിരുന്നു? സമൂഹത്തിലെ അധാർമികതകളോട്. ഇവരുടെ പോരാട്ടം സാമൂഹ്യമായ സമൂഹത്തിലെ അധാർമികതകളോടായിരുന്നു, അരുതായ്മകളോടായിരുന്നു, ആസുരതകളോടായിരുന്നു. ആ ആസുരതകളിൽ ഒന്ന് വൈദേശിക ആധിപത്യമാണെങ്കിൽ ആ ആധിപത്യത്തോട് അവർ സമരം ചെയ്തിട്ടുണ്ട്. ഒപ്പം സമരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വാളെടുത്ത തോക്കെടുത്ത സമരത്തെക്കുറിച്ച് മാത്രമേ ഓർമ്മയിൽ വരൂ. അതിന്റെ കൂടെ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുക എന്ന നിരന്തരമായ അനുസ്യൂതമായ ഒരു സമരം അവർ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങൾ കൂടി വായിക്കപ്പെടേണ്ടതുണ്ട്, പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വായിക്കപ്പെടുന്നില്ല? ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആത്മീയധാര വായിക്കപ്പെടണം. ആ സന്ദർഭത്തിൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് വായനയുടെ ആരംഭം സൗകര്യപ്രദമാം വിധം കാലഗണനയിലേക്ക് ഒതുക്കിയിട്ട് അത് തന്നെയും അവരുടെ രൂപത്തിൽ മാത്രം വായിച്ചെടുക്കുക. അല്ലെങ്കിലും ചരിത്രത്തിന് അതിൻ്റെതായ മഹത്വമുള്ളതുപോലെ തന്നെ ചരിത്രത്തിന് അതിൻ്റെതായ പരിമിതിയുമുണ്ട്. ചരിത്രത്തെ ഇംഗ്ലീഷിൽ ഹിസ്റ്ററി എന്നാ പറയുക. അതിനെ പിരിച്ചെഴുതുമ്പോൾ അത് ഹിസ്റ്റോറിയായി മാറുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ ചരിത്രം, ബ്രിട്ടീഷിന്റെ മേധാവിത്വ ശക്തിയും അവരോടുള്ള ദാസ്യ മനോഭാവവും സ്ഥാപിച്ചെടുക്കാൻ പോകുന്നതാണ്. ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രപരമായ അന്വേഷണം കേവലം വർഗസമരങ്ങളിലൂടെയുള്ള ഒരു യാത്ര മാത്രമാണ്. മതത്തിലെ വ്യതിയാന പ്രസ്ഥാനങ്ങളുടെ നിലപാട് അവരുടേതാണ് നവോത്ഥാനം, നവോത്ഥാനത്തെ അറിയാത്തവരായിരുന്നു ബാക്കിയുള്ളവർ എന്ന രൂപത്തിലാണ്. നവോത്ഥാന നായകരെ കുറിച്ച് പറയുമ്പോൾ അല്പം പിറകിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അങ്ങനെ പിറകിൽ നിന്ന് നവോത്ഥാന നായകരെ അന്വേഷിക്കുമ്പോൾ അവിടെ എഴുന്നു നിൽക്കുക ഇന്ന് അനർഹമാം വിധം പ്രതിഷ്ഠിക്കപ്പെട്ട നാമങ്ങളല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അവകാശികളായ ആളുകൾ ആ പീഠത്തിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ്. അതുകൊണ്ട് അവരിന്ന് ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ സ്ഥിതി വെച്ചു നോക്കിയാൽ അധികം താമസിയാതെ കേരളത്തിലെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും യാ നബി സലാം എന്ന് ഉച്ചത്തിൽ വട്ടത്തിലിരുന്നും നടുറോട്ടിലൂടെ നടന്നും മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടിയും വിളിച്ചു പറയുന്ന എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഭാഷ ആലപിക്കുന്ന കാലം അതിവിദൂരമല്ല.
അതിന്റെ ചില സ്വാഭാവിക ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ലക്ഷണങ്ങളെ തന്നെ മുളയിലെ നുള്ളിക്കളയുമോ എന്നത് വേറെ കാര്യമാണ്. എപ്പോഴും ബഹിഷ്കൃത വിഭാഗം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ പ്ലാറ്റ്ഫോം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോഴത്തെ ഈ പുനരാലോചന എന്ന് വേണം സംശയിക്കാൻ. സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി വേദികളും പ്ലാറ്റ്ഫോമുകളും അന്വേഷിക്കുക എന്നത് പതിവാണ്. ആ പതിവിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോഴത്തെ ചില അന്വേഷണങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം സ്വദേശപരമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. മമ്പുറം തങ്ങളുടെ പുത്രൻ സയ്യിദ് ഫضൽ തങ്ങൾ, മഹാനായ സയ്യിദ് ഫضൽ തങ്ങൾ പിതാവിനെ പോലെ തന്നെ ആത്മീയമായ ഔത്സുക്യത്തോടുകൂടി അക്കാലഘട്ടം അനിവാര്യമാക്കിയ ദേശവിരുദ്ധ ശക്തികളെ എതിർക്കുന്നതിൽ മുമ്പന്തിയിലുണ്ടായിരുന്നു. അങ്ങനെ മുമ്പന്തിയിലുണ്ടായിരുന്ന അദ്ദേഹം നാട് കടത്തപ്പെട്ടപ്പോ ആ നാട് കടത്തപ്പെട്ട ആള് ഇന്നത്തെ ഒമാനിന്റെ ഭാഗത്തെത്തിയിട്ട് അവിടെ ഭരണം നടത്തുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്തു എന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന രൂപത്തിലുള്ള അവതരണങ്ങൾ നടക്കുന്നു കേരളത്തിലും കേരളീയ പശ്ചാത്തലത്തിലും. അതുകൊണ്ട് ഈ നല്ല സദസ്സിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പൈതൃകം തിരിച്ചുപിടിക്കാൻ വേണ്ടി, പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ വേണ്ടി ശാസ്ത്രീയവും വസ്തുതാപരവുമായ അന്വേഷണത്തിന് മഹാന്മാരായ ആളുകൾ കാണിച്ചു തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ടു പോകണം. അവിടെ എഴുന്നു നിൽക്കുന്നൊരു പ്രതിഭയാണ് മഹാനായ കുണ്ടൂർ ഉസ്താദ് അവരുകൾ. കുണ്ടൂർ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ കുണ്ടൂർ ഉസ്താദിന്റെ സമസ്ത മേഖലകളും പ്രതിപാദിക്കപ്പെടണം. ആത്മീയ ഗുരുവാണ് എന്നതോടൊപ്പം, കവിയാണ് എന്നതോടൊപ്പം, നിസ്വാർത്ഥനായ ഒരു സേവകനാണ് എന്നതിനോടൊപ്പം വളരെ വലിയൊരു പണ്ഡിതനാണ് എന്നതാണ് എല്ലാറ്റിന്റെയും മുമ്പിലുള്ളത്. എന്തേ ഈ പണ്ഡിതന്മാർക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞു? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു ഗുണവും നന്മയും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യനെ അല്ലാഹു ദീനിൽ അറിവുള്ള പണ്ഡിതനാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ സച്ചരിതരായ ഖുദമാഇന്റെ പണ്ഡിത നേതൃത്വത്തിന്റെ പാരമ്പര്യ പൈതൃക മാർഗത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ അന്വേഷിക്കുക. അപ്പോ സൈഫുൽ ബത്താർ നമുക്ക് വായിക്കാം, ഉദ്ദത്തുൽ ഉമറാ നമുക്ക് പഠിക്കാം, മുട്ടിയറയും ചേറൂരും തുടങ്ങിയ ചില പോരാട്ട ഭൂമികളെ കുറിച്ച് നമുക്ക് പഠിക്കാം, ആലി മുസ്ലിയാരെ കുറിച്ച് നമുക്ക് പഠിക്കാം, തിരൂരങ്ങാടി ബെൽറ്റിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ പോകുമ്പോ പോത്തനൂരിലേക്ക് പോയ വണ്ടിയെ കുറിച്ച് പഠിക്കാം, അതിലെ രക്തസാക്ഷികളെ കുറിച്ച് പഠിക്കാം. ആ രക്തസാക്ഷികളെ കൊന്നൊടുക്കിയ ക്രൂരമായ ചരിത്ര സംഭവത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ ലഭിക്കാതെ പോയ ചരിത്രപരമായ അവഗണനയിൽ നമുക്ക് വിലപിക്കാം. അല്ലെങ്കിൽ വിലാപത്തെക്കാൾ ഉപരി അടിസ്ഥാനപരമായ തിരിച്ചറിവോടുകൂടി നമുക്ക് തിരിച്ചു പിടിക്കാം. ജാലിയൻ വാലാബാഗ് സംഭവം പോലെ എന്തേ ഈ വാഗൺ ട്രാജഡി ഇന്ത്യൻ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാതെ പോയി? അത് നേടിയെടുക്കണമെന്ന താല്പര്യമുള്ളവർ ചരിത്ര പഠനത്തിന്റെ മേഖലയിലില്ല. അന്ന് പോത്തനൂരിലേക്ക് തെളിച്ച വാഗണിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾ വിസ്മി ചൊല്ലി, യാസീനോദി, മൗലിദ് പാടി, യാനബി വിളിച്ചായിരിക്കണം അകത്തോട്ട് കയറിയത്. ഇതിവർക്ക് സഹിക്കോ? ഇതാണ് വായിക്കപ്പെടാതെ പോകുന്നതിന്റെ ഒന്ന്. അവർ മുഹിയദ്ദീൻമാല ചൊല്ലിയിട്ടായിരിക്കും പോയിരിക്കുക, അവർ ആത്മീയമായ ഔത്സുക്യത്തോടുകൂടിയായിരിക്കും പോവുക. അവരുടെ മുമ്പിൽ ജീവിതം എന്നതിനേക്കാൾ ഉപരി ജീവിക്കുന്നിടത്തോളം കാലമുള്ള ആത്മാഭിമാനത്തിലായിരുന്നു അവർ അഭിരമിച്ചിരുന്നത് എന്നതുകൊണ്ടായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കാൾ ഉപരി രക്തസാക്ഷിത്വത്തെ അവർ ആഗ്രഹിച്ചിരിക്കാം. അത് ജീവൻ വെടിയാനുള്ള താൽപര്യത്തിന്റെ പേരിലല്ല, ആത്മാഭിമാന രക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്സത്ത് കാക്കുക, ആത്മാഭിമാനം കാക്കുക എന്ന അടിസ്ഥാനം
അതായിരുന്നു മമ്പുറം തങ്ങളുടെയും തങ്ങന്മാരുടെയും ഒക്കെ സമര പോരാട്ടങ്ങളുടെ അടിസ്ഥാനം. അനീതിക്കെതിരെയുള്ള ശബ്ദമായിരുന്നു അവരുടെ സമരചരിത്രം. അവർക്ക് ലോകഗുരു പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹത്തായ ആശയമുണ്ട്: അനീതി കാണുമ്പം നിശബ്ദനായിരിക്കരുത്. ഒരു നിമിഷ നേരത്തെ നിസ്സംഗത വളരെ വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് ഗുരു ഉറക്കെ പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ. ഭരണാധികാരി കിങ്കരനായിരിക്കാം. ഈ കിങ്കരനായ ഭരണാധികാരി ആണെന്ന് കരുതിയിട്ട് നിശബ്ദത, നിസ്സംഗത പാടില്ല. ഈ നിസ്സംഗതയെ വെടിഞ്ഞുകൊണ്ട് സമരം നടത്തി ലോകചരിത്രത്തിൽ ഇടം നേടിയ, ഖുർആൻ എടുത്തു പറഞ്ഞ 7 യുവാക്കളുടെ സമര പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന അധ്യായം. ഇവിടെ ഒരു പാഠമുണ്ട്. യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന ശീർഷകത്തിൽ SYS കേരളത്തിൽ ഇപ്പോ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. യൗവനം നാടിനെ പുനർനിർമ്മിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മിക്കുന്നു. ഈ നിർമ്മാണത്തിലും നിർമ്മിതിയിലും അടിസ്ഥാന ഘടകമാകേണ്ടത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം എന്ന് ഖുർആൻ പരാമർശിച്ചെടുത്ത 2 അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, പ്രായത്തിന്റെ ഔത്സുക്യം, യൗവനം. മറ്റൊന്ന്, ഈമാനിന്റെ അടിസ്ഥാനപരമായ ആവേശം. പ്രായത്തിന്റെ യൗവനദശയും ഈമാനിന്റെ ഔത്സുക്യവും ഒന്നിച്ചു ചേർന്നാൽ ഏത് ദഖിയാനൂസിനെയും സ്ഥാനഭ്രഷ്ടരാക്കാനും അധികാരം തിരിച്ചുപിടിക്കാനും ജനങ്ങൾക്കു സാധിക്കുമെന്നുള്ള ചരിത്രപരമായ പാഠമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഈ പാഠങ്ങളിൽ നിന്നൊക്കെ, ചരിത്രത്തിൽ നിന്നൊക്കെ എമ്പാടും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആത്മീയതയുടെ തലത്തിൽ നിന്ന്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് സമരത്തിന് വേണ്ടി, പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങിയിരുന്നത്. കേവലം ദേശീയത എന്ന ഒറ്റക്കുറ്റിയിൽ ഇവർ തളച്ചിടുക. ദേശീയത എന്നതിനേക്കാൾ ഉപരി ഒരർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബാലവി തങ്ങന്മാർ വിദേശികളാണ്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വിദേശികളാണ്. ഈ 2 വൈദേശിക ബന്ധങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. ഒരു കൂട്ടർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിവും അനുഭവവും ധാർമ്മികതയും നൽകി സംസ്കരിച്ചെടുക്കാൻ വേണ്ടി, അവരോടൊപ്പം വേണ്ടി ജീവിക്കാൻ വന്നവരായിരുന്നെങ്കിൽ, മറ്റൊരു കൂട്ടർ വേട്ടയുടെ ചെന്നായത്തേറ്റകളുമായി വന്ന് പ്രകൃതി വിഭവങ്ങളെയും മാനുഷിക വിഭവങ്ങളെയും ചൂഷണം ചെയ്തിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ അടിമകളാക്കുന്ന, ദാസ്യവേലക്ക് ഉപയോഗിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന്റെ ആളുകളുമായിരുന്നു. അതിന്റെ പേരാണ് കൊളോണിയലിസം. ഈ കൊളോണിയൽ തമ്പ്രാക്കൾക്കെതിരെയും അവർ ഉയർത്തിവിട്ടിരിക്കുന്ന വിദണ്ഡവാദങ്ങൾക്കെതിരെയും ശക്തമായ ശബ്ദം ലോക തലത്തിൽ ഇസ്ലാമിക സമൂഹം ഉയർത്തുമ്പോൾ, ആ ഉയർത്തുന്ന ശബ്ദത്തെ ദുർവ്യാഖ്യാനം ചെയ്തും ആ മുന്നേറ്റങ്ങളെ തങ്ങളുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടുമുള്ള ഏതെങ്കിലും വഴിതെറ്റിയ പ്രവണതകളുണ്ടെങ്കിൽ അത് ഇസ്ലാമിക സമൂഹം അതിന് ഉത്തരവാദിയല്ല എന്നത് എന്നേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് മഹാന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ, അവർ നിർവഹിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മളും ചരിത്രത്തെ സമീപിക്കുക, വർത്തമാനത്തിൽ ജീവിക്കുക, ഭാവിയെ നാം രൂപകൽപ്പന ചെയ്യുക. അതിലൂടെ നമുക്കു ശേഷവും ഈ ആത്മീയ ഔത്സുക്യം പേറുന്ന ഒരു പുതുതലമുറ ഉണ്ടായിത്തീരും എന്നതുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിലെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചും ദീനീ സേവനവും പോരാട്ടവും നടത്തുമ്പോൾ അതും ഒരു സമരമാണ്. ഈ സമരത്തിൽ നാം ഉപയോഗിക്കുന്ന ആയുധം കെജ്രിവാളിന്റെ ആയുധമല്ല. സമരമെന്ന് കേൾക്കുമ്പോൾ മുമ്പിലോട്ട് വരുന്ന വാളെന്ന ആയുധമല്ല.
ആധുനിക യുദ്ധമുഖങ്ങളിലെ മനുഷ്യനെ കൊല്ലുന്ന നശീകരണ ആയുധങ്ങളല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഭാഷയിലും കുലീനമായ പെരുമാറ്റത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മതമെന്ന സത്യത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടിയും കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ മഹാന്മാരായ എല്ലാ ഉസ്താദുമാരുടെയും മശായിഖുകളുടെയും ബറക്കത്തുകൊണ്ട് അവരുടെയൊക്കെ സഹായവും മദതും കൊണ്ട് റബ്ബ് തആല നമ്മുടെ എല്ലാ സുഹൃതങ്ങളെയും സ്വീകരിക്കുകയും വീഴ്ചകളെയെല്ലാം പരിഹരിച്ച് നമ്മെ സദ്വൃത്തരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയത്തി. അസ്സലാമു അലൈക്കും. കഴിയട്ടെ, കഴിയും. നമ്മുടെ വളരെ ബൃഹത്തായ രീതിയിൽ വിഷയം അവതരിപ്പിച്ച അലി അബ്ദുള്ള സാഹിബിന് നന്ദി പറയുകയാണ്. ഈ പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി സയ്യിദന്മാരും ഉമറാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കരീമാജിയുടെ ഈ സാന്നിധ്യം കണ്ടപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയത്, ഇപ്പോൾ സയ്യിദന്മാരുടെ, നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം എന്ന് പറയുന്നത് വക്കം മൗലവിയും അതുപോലുള്ള കുറെ ആളുകളുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധാരണ ചരിത്രത്തിൽ നിന്ന് ഭിന്നമായി കേരള ചരിത്രത്തെ ധന്യമാക്കിയതിൽ സയ്യിദന്മാർക്കുള്ള വലിയ പങ്കിനെ അപഗ്രഥിച്ചുകൊണ്ട് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ ഞാൻ വേണ്ടി ഒറീസയിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയതായിരുന്നു. പോയി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉളുക്കിപ്പോയി. അതൊരു എന്തോ ഒരു കഴിവായിരിക്കാം. ഉളുക്കിയപ്പോൾ വിഷമം തോന്നിയെങ്കിലും പിന്നീടാണ് എനിക്ക് അതിന്റെ ഗുണം മനസ്സിലായത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് എന്റെ ക്രിയേറ്റീവ് ട്രാവൽസ് ഉടമ മിസ്റ്റർ കരീമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് വിളിക്കുമ്പോൾ എനിക്ക് നീങ്ങാനൊന്നും വയ്യ. അപ്പോൾ ഹെയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. അപ്പോൾ എനിക്കൊരു മാനക്കേടായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എണീറ്റ് ഞാൻ വന്നു. അപ്പോൾ വീണ്ടും ഈ ട്രാവൽസ് ഉടമയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് അവിടെ ഭുവനേശ്വറിലുണ്ട്, നിങ്ങൾ അവിടെ പോയി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ വണ്ടിയൊക്കെ ആയിട്ട് എന്റെ അടുത്ത് വന്നു. ചെന്ന് അവിടെ ആ സുഹൃത്തിന്റെ റൂമിൽ ഇരുന്നപ്പോൾ കരീമാജിയുടെയും അതുപോലെ വാപ്പയുടെയും ചിത്രം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ സ്ഥാപനമാണ്? ഇത് ബാവാജിയുടെ സ്ഥാപനമാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, പഠിച്ചോനെ ഇത്രയും വലിയ സ്ഥാപനങ്ങളോ, അത് വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുകയാണ്, സിമന്റ് ഫാക്ടറി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അതിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ അവരിങ്ങനെ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എങ്കിലും നമ്മൾ സാധാരണ കുറച്ച് മുതലാളിമാരെ എങ്ങനെ പറയുമെങ്കിലും ഇതൊന്നും ആരോടും അറിയിക്കാതെ ഇപ്പോൾ ആ ഒരു മനുഷ്യൻ ഇവിടെ, നമ്മളൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്, പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ ഹദറത്തിൽ വന്ന് ഒരു പാപത്താനെ പോലെ ഇരുന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സംഭവം പറയാൻ തോന്നിയതാണ്. ഏതായാലും ചരിത്രം ഇങ്ങനെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഹാരഥന്മാരെയൊക്കെ എല്ലാവരും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാര്, ആരെങ്കിലും മമ്പുറം തങ്ങൾ സിന്ദാബാദ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് ചാടി വീഴരുത്. കാരണം ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ വർഗീയതയുമായിട്ട് വരുന്ന ചില പുതിയ പ്രസ്ഥാനങ്ങൾ ഇന്ന് മമ്പുറം തങ്ങളുടെയും മഖദൂമിന്റെയൊക്കെ പേര് പറഞ്ഞ് ഞങ്ങളും ആ വഴിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലരും കാശ്മീരിലൊക്കെ പോയിട്ട് പല പാവപ്പെട്ട സഹോദരന്മാർ ഒന്നറിയാതെ ഇതൊക്കെ മരിക്കേണ്ടി വന്നതും. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ മമ്പുറം തങ്ങളുടെയും മഖ്ദൂമിന്റെയൊക്കെ പേര് പറഞ്ഞു വരുമ്പോൾ ആത്മീയത ഇല്ല എങ്കിൽ ഒരിക്കലും അതിന് ആ പേര് പറയാൻ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ശരിക്ക് ഇന്ന് നമുക്ക് ചേറൂർ ഇദ്ദേഹം പറഞ്ഞു തന്നത്, അലി അബ്ദുള്ള സാഹിബ് പറഞ്ഞു തന്നത്, ആത്മീയത ഇല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കഥകളും ചരിത്രങ്ങളും നമുക്ക് പഠിക്കാം, പഠിപ്പിക്കാം. പക്ഷെ അത് എടുത്തുകൊണ്ടൊരു മാതൃകയാക്കാൻ ഒരിക്കലും ഓരോ വ്യവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാക്ക് തൂലിക എന്നതാണ് പടവാള്. അതോടൊപ്പം തന്നെ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോ എന്താ പണിന്ന് ജന്മിമാരുണ്ടോ, അപ്പൊ എന്തിനാണ് കൊളോണിയലിസം, എന്തിനാണ് യുദ്ധം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇന്ന് ജന്മിമാര്
ഇന്നും പല ഐറ്റത്തിൽ ജീവിക്കുന്നുണ്ട്. അന്നതുപോലെ നമുക്ക് അവരുടെ എതിരിടാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ആയുധമുണ്ടെങ്കിൽ വെറുതെ പണ്ട് അബ്ദുറഹിമാൻ സാഹിബിനെ ചില ആളുകൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് മലം എടുത്തെറിഞ്ഞുകൊണ്ടാണ്. ആരാന്ന് ഞാൻ പറയില്ല. അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അത് ഇഷ്ടപ്പെടാത്ത ചിലർ ഈ ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർന്നുകൊണ്ട് അദ്ദേഹത്തെ പണ്ട് നമ്മൾ തോൽപ്പിക്കുക എന്ന് പറയും. സദസ്സിൽ പറയാൻ പറ്റാത്തൊരു പദമാണ്, എന്നാലും ഞാൻ പറയാണ്. അങ്ങനെ അബ്ദുറഹിമാൻ സാഹിബിനെ ഈ മല എടുത്തുകൊണ്ട് എറിഞ്ഞ് അതൊക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സമരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് അവർ പയറ്റുന്ന ഏത് ആയുധവും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തസാക്ഷികൾ പഴയതുപോലെ തന്നെ ഇന്നും ദീനിനു വേണ്ടി തന്നെ അവർ രക്തം ചൊരിഞ്ഞവരാണ്. ഇവിടെ കുണ്ടൂർ ഉസ്താദിന്റെ പേര് പറയുമ്പോൾ മകൻ കുഞ്ഞുവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, കുഞ്ഞുവിന് ശേഷം രക്തസാക്ഷിത്വം വരിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മരണപ്പെട്ട ഒരുപാട് രക്തസാക്ഷികൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഈ ശൃംഖലയിൽ വരുന്ന ആളുകളാണ്. അവരെയൊന്നും മറന്നുകൊണ്ട് നമുക്ക് സുന്നി പ്രസ്ഥാനമില്ല. നമുക്ക് അലി അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ SYS-ഉം അതോടൊപ്പം തന്നെ SSF-ഉം ഈ ഒരു ചരിത്ര അല്ലെങ്കിൽ ഈ ഒരു സമരമാർഗമാണ് ഇന്നത്തെ വ്യവസ്ഥിതിക്കനുസരിച്ച് പിന്തുടരുന്നത്. അല്ലാതെ വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരിക്കലും രാജ്യത്ത് വിഷമം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതോടൊപ്പം അതിന് പകരമായി ഈ വ്യവസ്ഥയോട് അനുബന്ധിച്ച് ജനാധിപത്യ പ്രക്രിയകളെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള സമരമാർഗങ്ങളെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. ഇതൊന്നും പോരാ, എനിക്ക് ഇതൊന്നും തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരനും സുന്നി പ്രസ്ഥാനത്തിന് മാർഗം വിട്ടുകൊണ്ട് മുന്നോട്ട് പോകരുത്. മഹാനായ മമ്പുറം തങ്ങളെയും അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന എല്ലാവരെയും, ആ മാതൃകയിൽ വന്ന എല്ലാവരെയും അനുസ്മരിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞു തരുന്ന വഴി വിട്ടുകൊണ്ട് ഒരു പുതിയ സമരമുറ സ്വീകരിക്കുമ്പോൾ നമുക്ക് രക്ഷയില്ലാതാകും. അതിൽ തന്നെ നമുക്ക് രക്തസാക്ഷികളുണ്ട്, നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചവരുണ്ട്. അവരുടെയൊക്കെ സമക്ഷത്തെങ്കിലേക്ക് കൂടി നമ്മുടെ ഈ ഒരു സെമിനാർ സമർപ്പിക്കുകയാണ്. ഇതിൽ ഏതാനും വാക്കുകൾ ആശംസകളായി അർപ്പിച്ചുകൊണ്ട് പറയുന്നതിന് വേണ്ടി സുന്നി പ്രസ്ഥാനത്തിന്റെ ഇവിടെ സൈദലി മാഷുണ്ട്, അതുപോലെ വേറെ പലരും പ്രസംഗിക്കാനുണ്ട്. അപ്പൊ സംഘാടകർ പറയുന്നത് അവര് 1-2 മിനിറ്റ് പറഞ്ഞാൽ പോരാ, കാരണം അവരൊരു അരമണിക്കൂറെങ്കിലും പറയണം. അപ്പൊ ഇപ്പോൾ അരമണിക്കൂർ പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി നമ്മുടെ സ്ഥിതിയൊക്കെ വളരെ പ്രയാസത്തിലാകും. അതുകൊണ്ട് അവരുടെ പ്രസംഗം നമ്മൾ അടുത്ത സെഷനിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ പങ്കെടുക്കേണ്ട പല ആളുകളും വരാനുണ്ട്. അവർ അടുത്ത സെഷനിലേക്ക് പ്രസംഗിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ വേദിയിൽ റിസാല വെബ് എഡിറ്റർ, ICF നാഷണൽ കൗൺസിൽ അംഗവുമായ ബഹുമാനപ്പെട്ട ഷെരീഫ് കാരശ്ശേരി, നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിന്റെ ദുബൈർ ഇസ്റാജിന്റെ എഡിറ്റർ കൂടിയായ ഷെരീഫ് കാരശ്ശേരി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സഹായിയും ഒക്കെയായ ബഹുമാനപ്പെട്ട ആറളം അബ്ദുറഹിമാൻ ഹാജി, പെട്ടെന്നൊരു അസുഖമുണ്ടായി. അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ നേതാക്കളും പണ്ഡിതന്മാരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. ഈ സെമിനാർ ഇവിടെ സമാപിക്കുന്നു. നന്ദി അറിയിക്കുന്നതിന് SYS തിരൂരങ്ങാടി സോൺ പ്രസിഡന്റ് മുഹമ്മദ് അലി സഖാഫിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഈ സെമിനാറിൽ പങ്കെടുത്ത് ഈ ധന്യമാക്കിയ എല്ലാ നേതാക്കളെയും ഇത് ശ്രദ്ധിച്ച് വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് എല്ലാ സദസ്യരെയും ഈ വേദിയിൽ ഒരുമിച്ച് കൂടി എല്ലാവരേക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടി ഇൻഷാ അല്ലാഹ് കൃത്യം 2:30 സൗഹൃദ സംഗമ പരിപാടി ആരംഭിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.